കർമ്മല്ലേ. ഇനി നിനക്ക് എന്താ വേണ്ടേ? ഇനി അടുത്ത നിന്റെ നക്ഷത്രം എന്ന് പറഞ്ഞു. ക്ലാസ്സൊന്നും എഴുതാം, നിന്റെ നാമോദയം നിന്റെ നക്ഷത്രം എഴുതാം, ആ എഴുത്ത് പരീക്ഷയുടെ വിഷയം എഴുതാം. മനസ്സിലാവണ്ട? അതൊക്കെ എഴുതി പൊതിഞ്ഞ് വെച്ചിട്ടില്ലേ? അത് അവിടെ ഇരിക്കട്ടെ. ആ എഴുത്ത് പരീക്ഷയിൽ വിജയത്തിന് ഞാൻ ഉണ്ടാക്കി തരാൻ പോലെ വന്നാര സങ്കല്പമായിട്ട് വെള്ളിട്ട് വെക്കുന്നില്ലേ? ഇനി എന്റെ വെള്ളാട്ടിൽ വരുന്ന സമയത്ത് ഒരു മധു, ഒരു കോടിയാട, ഒരു പാത്രം, ഒരു കൊക്കടം ഇതാ അത് സമർപ്പിച്ചേക്കണം. എന്റെ വെള്ളാട്ടിന് ചെറിയൊരു വെള്ളി സമർപ്പിച്ചേക്കണം ഇതാ. അതുപോലെ തന്നെ എല്ലാ തിങ്കളാഴ്ചയും നിന്റെ ദേശത്ത് എന്റെ അച്ഛന്റെ ആലയത്തില് ഒരു കുടം കൊണ്ട് നീര്, ഒരു കുവളത്തിന്റെ ഹാരം, നീ പറഞ്ഞ കാര്യങ്ങളും നിന്റെ ഭവനത്തിന്റെ കാര്യങ്ങളൊക്കെ എല്ലാവരുടെ നാമോദയം നക്ഷത്രം എഴുതി കാണിട്ട് അച്ഛനൊരു പാത്രം നെയ്യ്, ശരീരം മുഴിഞ്ഞ് എല്ലാവരും മനസ്സാലെ സങ്കല്പിച്ച് എന്റെ അച്ഛന്റെ തിരുമുമ്പിലെ ദീപത്തിലും പിന്നീട് എന്റെ പാർവതി മാതാവിരിക്കുന്ന സങ്കല്പത്തിലെ ദീപത്തിലും ഒഴിക്കാൻ പറയാ പൂണൂൽക്കാരനോട്. മനസ്സിലാവണ്ട? അത് എല്ലാ തിങ്കളാഴ്ചയും മുടക്കാണ്ട് കൊടുത്തേക്കണം ഇതാ. ആ ഉണ്ണിക്കല്ലേ സ്ഥിരപ്പെടുത്തി തരല്ലേ വേണ്ടത്? അത് ഉണ്ണിയുടെ സമയം നല്ലതാ ഉണ്ണിയെ, ഞാനത് സ്ഥിരപ്പെടുത്തി തരാം. അധികാരികളുടെ ആസ്ഥാനത്തല്ലേ, നീ ആവലാതിപ്പെടണ്ട. മനസ്സിലാവണ്ട? എന്റെ വെള്ളാട്ടാകുമ്പോഴേക്കും അതിന് തീർപ്പുണ്ടാക്കി തരാൻ ഞാൻ. മനസ്സിലായില്ല? അത് തന്നെ ഞാനും പറഞ്ഞ. ഇപ്പോൾ ഉള്ള സ്ഥലത്തുനിന്ന് വേറൊരു ദിക്കിലേക്ക് ചോദിച്ചിട്ടുണ്ട്. അവിടെ ആയാലും ഇവിടെ ആയാലും ഞാൻ സ്ഥിരപ്പെടുത്തി തരാൻ പോരെ. അതുകൂടാതെ തന്നെ എന്റെ പണിക്കര ഇല്ലത്തെ വെള്ളാട്ടിന് മുമ്പും എന്റെ വെള്ളാട്ടം കഴിഞ്ഞതിന് മുമ്പായിട്ട് നീ പറഞ്ഞ കാര്യം നിന്റെ ആ ഉണ്ണിക്ക് ഞാൻ ചെയ്തു. നക്ഷത്രം മകേരിയ, രേവതി നക്ഷത്രം, ആയില്യം തൃക്കട്ട് രേവതി. അപ്പൊ കുഴപ്പമില്ല, സമയം നല്ലതാ. നീ ആവലാതിപ്പെടുന്ന ഞാനത് പൂർത്തീകരിച്ച് അനുഭവസ്ഥാനത്ത് ഉണ്ടാക്കി തരാം പോരെ. ഇനി എത്ര ഉണ്ണികൾക്ക് വരാനുണ്ട് ഉണ്ണിയെ? നീ കൂടാതെ നിന്റെ അറിവിലൊരു ഉണ്ണിക്കില്ലേ? മീഡിയ എത്ര പേരുണ്ടായിരുന്നു? 15, 17, 12? അല്ല, അത് തന്നെ ചോദിച്ചുള്ളൂ. മൊത്തം എത്ര ഉണ്ണികളാന്നാ ചോദ്യം. അത് എവിടുത്തെ ആയിക്കോട്ടെ, ഞാൻ ചോദിച്ചത് നീ പോകുന്ന ദേശത്തേക്ക് അപ്രകാരം ഒരു കർമ്മത്തിനായിട്ട് എത്ര ഉണ്ണികൾ പോകണമെന്നാ ചോദിച്ചത്. 15, 17, 12 ചോദിച്ചത്. അതറിയില്ല അല്ലേ? നിന്റെ ആ സ്ഥാപനത്തിന് എത്ര പേരെ പോണേ? 4, 6? കിട്ടി. എന്റെ കുറ്റം നിന്റെ കുറ്റമല്ല. മനസ്സിലായില്ല? അത് അവര് തരം തിരിച്ച് പറഞ്ഞു. അതായത് നിന്റെ വിദ്യയുടെ കാലാവധി കഴിഞ്ഞു അല്ലെ? അങ്ങനെയല്ലേ പറഞ്ഞു? ആ കാലാവധി കഴിഞ്ഞു, അതായത് വർഷക്കാലം പിന്നിലേക്ക് പോയി അല്ലെ? അതിന്റെ ഒരു കുഴപ്പമുള്ളൂ അല്ലെ? അത് തരില്ലാന്ന് പറഞ്ഞിട്ടില്ല അല്ലെ? വീട്ടിലുള്ള എല്ലാ കടലാസത്തും തരായി അല്ലേ? ഇനി ഇതും കൂടെയല്ലേ ഉള്ളൂ. നീ ആവലാതിപ്പെടണ്ട കേട്ടാ, ഞാൻ തന്നേക്കാം. ഇപ്പൊ എന്റെ ഉടപ്പുറന്നുള്ള എന്റെ നക്ഷത്രം എന്താ ഉണ്ണി? അപ്പൊ സമയം നല്ലതാ. വ്യാഴമുണ്ട്, നല്ലവണ്ണം മാറി കടന്നു പോണ്ട സമയമായിട്ടുണ്ട്. എന്നോട് പറഞ്ഞ വാക്ക് പാലിച്ചേക്കണം കേട്ടാ. പാലിക്കാന്നല്ല, പാലിച്ചേക്കാം. തരില്ല എന്ന് പറഞ്ഞ വെള്ളിയത്തിന് സ്വരൂപിച്ച് തന്നതാ. നിന്റെ പിതാവ് ഇപ്പൊ എങ്ങനെ? നിന്റെ ഭാഗത്തുണ്ടാ ചക്രം ചവിട്ടിയിട്ടില്ല? അല്ല, എനിക്കൊരു ശീലുണ്ട് ചക്രം ചവിട്ടുന്നത്. ചക്രം ചവിട്ടിയിട്ടില്ല. നിന്റെ കൂടെ പിറന്നോന്നെയാ സന്തോഷത്തിലാണോ? പറയണ്ട, പറയണ്ട. അല്ല, ഞാൻ ചോദിച്ചതിന്റെ കാര്യം മനസ്സിലായി. നിനക്ക് കൂടി കിട്ടിയൊന്നും അത്രേ ഉള്ളൂ. നിനക്ക് മേല് കൈ വെച്ചിട്ടില്ല. ആ പൂണൂൽക്കാരന്റെ മേല് കൈ വെച്ച് അങ്ങേരെ ഔഷധക്കാരന്റെ ആലയത്തിലേക്ക് നിനക്ക് കിട്ടിയൊന്നും. അപ്പൊ ഒന്ന് വാങ്ങിക്കല്ലേ? വാങ്ങിക്കല്ലെന്ന് നീ അവിടെ പൂജാതി കർമ്മം വെക്കുന്ന പൂണൂൽക്കാരന് തല്ല് കിട്ടി, നിനക്ക് തല്ല് കിട്ടിയോന്ന് വെച്ച് വാങ്ങിച്ചുകൂടാ നമുക്കൊന്നും? അല്ല, എന്താ പറയാത്ത മനസ്സിലായില്ല? വാങ്ങിച്ചോ. അപ്പൊ അതിനൊരു ബലം ഉണ്ടാവും. മനസ്സിലായില്ല? അല്ല, അത് മനസ്സിലായി. അതിനൊരു ബലം കിട്ടുന്നു. നീ ഇപ്പോ തൊപ്പിക്കാരാസ്ഥാനത്തെ കടലാസൊന്ന് കൊടുത്തു എനിക്ക് മനസ്സിലായി. അപ്പൊ അതിനൊരു ബലം കിട്ടുന്നു. നിന്നെ കൂടി കൈ വെച്ചു എന്ന് പറഞ്ഞു. ഇന്നെ ഉണ്ണികളെ കൈ വെച്ചെന്ന് പറഞ്ഞു. ആ പൂണൂൽക്കാരനെ കൈവച്ച ഉണ്ണികളുടെ പേരും കൂടി പറഞ്ഞു കൊടുത്തു, നിന്റെ പേരും കൂടി. അപ്പൊ തീർപ്പാവും. എന്റെ അച്ഛന്റെ ആലയത്തിൽ കയറിയ കളി വേറെ ആലയത്തിൽ കയറി കളിച്ചാലും കുഴപ്പമില്ല. എന്റെ അച്ഛന്റെ ആലയത്തിൽ
തലയിൽ കയറി കളിച്ചാലേ ഇപ്പോഴത്തെ കാലം നേരെ ഒന്നും നോക്കണ്ട, മനസ്സിലാവണ്ട. ഇനി മുളച്ചു പൊന്താനുള്ളതിന് വരെ കണക്ക് പറയേണ്ട വരും. നീ അവിടെ ആദ്യപ്പെട്ടാ നീ പൊക്കോ, നിനക്കും കൂടി തല്ലി കിട്ടിയെന്ന് പറഞ്ഞേക്കണം. എന്താ എന്നെ തള്ളിയിട്ടെന്ന് പറഞ്ഞു, മനസ്സിലായ? പൊക്കോ, ദർശനായില്ലേ? നീ തുടങ്ങിക്കോ, ഞാനെന്താ പറഞ്ഞു. അല്ല, ഇതിനൊരു ബലം കൂടി ആ ഉണ്ണിക്ക് കൂടെ ഉടമ്പടിയായിട്ട് നിന്നേക്കണം. ഇത് ആ പൂണൂർക്കാരനെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞ അങ്ങേരും കടലാസും കൊടുക്കുന്ന അതിനൊരു ഉടമ്പടിയായിട്ട് നീ നിന്നേക്കണം. എന്നെയും കൂടി ഉപദ്രവിച്ചു എന്ന് പറഞ്ഞേക്കാം, മനസ്സിലായില്ല? അതാ ഉന്നോടൊന്ന് പറഞ്ഞേക്കാം. എന്റെ അച്ഛനെ പൂജാതി കർമ്മം വിളിച്ച് അന്നം കൊടുക്കുന്ന ആ പൂണൂർക്കാരനോട് കൂടി പറഞ്ഞു, ഞാനും നിനക്ക് പിന്നിലായിട്ട് നിനക്ക് തുണയായിട്ടുണ്ട് എന്ന് പറഞ്ഞു കേട്ടാ. അപ്പൊ ആ വാക്കുവാദത്തിനൊരു ബലമാവും, മനസ്സിലായില്ല? ആൾക്കാരെ മുഖം നിനക്കെന്താണ്? മുഖം എനിക്ക് ചന്തം പഠിപ്പിക്കുന്ന ജോലിയാണെന്ന് ചോദ്യം അല്ലേ? ഈ പറഞ്ഞ ഭാഷ എനിക്ക് മനസ്സിലായില്ല, അതുകൊണ്ട് ചോദിച്ചാ മുഖം എനിക്ക് ചന്തം തെപ്പിച്ചു കൊടുക്കുന്നുണ്ട് അല്ലേ? വയസ്സ് കുറയ്ക്ക അല്ലേ? മനസ്സിലായില്ല? 60-65 വയസ്സായ പെൺസന്താനം വന്നാലും നീ 30 വയസ്സാക്കി കൊടുക്കും, അങ്ങനെയാണ്. അതറിയാൻ വേണ്ടിട്ടാ. അപ്പൊ നീ ഇറങ്ങിക്കോ, ദിനം ഓരോ വെള്ളി എനിക്ക് ഇട്ട് വെച്ചേക്കണം കേട്ടാ. അല്ല, എന്റെ കർമ്മത്തിന് മുടക്കം കൂടാതെ കൊണ്ട് നിന്റെ പേരിൽ എനിക്കൊരു കർമ്മം തന്നേക്കണം. നിന്റെ നക്ഷത്രം എന്ന് പറഞ്ഞോ. അപ്പോ എന്റെ അച്ഛന്റെ ആലയത്തില് നാഗങ്ങളിരിക്കുന്ന ആലയം വല്ലതുണ്ടാ? എന്റെ അച്ഛന്റെ ആലയത്തിൽ, ഈ ദേശത്തെ അച്ഛന്റെ ആലയത്തിന് നാഗങ്ങൾ കൂടി ഇരിക്കുന്ന ആലയം ഉണ്ടോ? അവിടെ 30 നാള് കൂടുമ്പോൾ നിന്റെ ജന്മനക്ഷത്ര നാള് വരുന്നെന്ന് അങ്ങേർക്ക് ഒരു 400 കൊടുത്തേക്കാം, മനസ്സിലാവണ്ട? അതുപോലെ തന്നെ ചൂലക്കാരനെങ്കിൽ അങ്ങേർക്ക് ഒരു ഇളനീര് കൊണ്ട് അട്ടം കഴിച്ചേക്കാം. ഇളനീര് നീ കൊണ്ടുപോകണം, മനസ്സിലായില്ല? അല്ലെങ്കിൽ ക്ഷീരം, ഇത് രണ്ടും നീ കൊണ്ടുപോകണം. അല്ലാണ്ട് അവിടെ നിർത്തി ചെയ്യാൻ പാടില്ല, മനസ്സിലായില്ലേ? നിന്റെ ശരീരം ഒഴിഞ്ഞു കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ഒരു കർമ്മസ്ഥാനം ചെയ്യേണ്ട ആ കർമ്മസ്ഥാനത്ത് ആയില്യം നക്ഷത്രം, ആയില്യം തൃക്കട്ട രേവതി വ്യാഴം 11 ബലവാനായിട്ട് നിൽക്കുന്നു. അപ്പോ എന്റെ ജാതകം കുറിച്ച് ശൂലക്കാര അതിലെന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ അതൊക്കെ തീർത്ത് ഞാൻ ചമച്ചൊരുക്കി വിടുന്ന ഏതൊരു ഉണ്ണിയെ കണ്ടാലും ആ ഉണ്ണി പറഞ്ഞ് എനിക്ക് 2 കർമ്മം കിട്ടണം, ആ 2 ഉണ്ണി പറഞ്ഞ് എനിക്ക് 4 കർമ്മം കിട്ടി, എനിക്കത് സ്വന്തമായിട്ട് ഒരു സ്ഥാപനമായിട്ട് അതിൻ്റെ വില്ലും പേരും അതിൻ്റെ വല്ലിക്കൂലിയും നീ പൂർത്തീകരിച്ച് അനുഭവസ്ഥാനത്ത് എത്തിച്ചു തരാനുള്ള വഴി ഉണ്ടാക്കി തരാമെന്ന് പറയാം. 2 നേരം എനിക്ക് വെള്ളിയിട്ട് പറ്റും. കേട്ടോ? അല്ല, അത് ഇനി മോളിലേക്കുള്ള ബാക്കിയൊക്കെ കഴിഞ്ഞു. അതായത് അതിനെ പറഞ്ഞു മോളിലെ കറുത്ത വസ്ത്രക്കാരൻ മാത്രമുള്ളൂ, ബാക്കിയൊക്കെ തീർപ്പായി. ഈ ഉണ്ണി എഴുതി ഒപ്പുവെച്ച് കൊടുത്തതാ. പിന്നെ ഇപ്പൊ വേണ്ടാന്ന് പറഞ്ഞ് എങ്ങനെ ശരിയാവാ? അത് തന്നെ ഞാൻ ആ ഉണ്ണിയോട് പറഞ്ഞതാ. ഇപ്പൊ എഴുതി ഒപ്പുവെച്ച് കൊടുക്കുന്ന അപ്പൊ എല്ലാം ഒപ്പുവെക്കലും കാര്യങ്ങളും കുറിപ്പും എല്ലാം കഴിഞ്ഞിട്ട് അവിടേക്ക് വന്നേ. ഞാൻ ആ ഉണ്ണിസന്താനത്തിന് എൻ്റെ ഉടപ്പുറന്നോട് മൂകാംബിക സങ്കല്പമായിട്ട് നാവന്നാറായെടുത്ത് വയ്ക്കുന്നതും അക്ഷരവിദ്യ കൊടുക്കുന്നതായ ആ മൂകാംബിക സങ്കല്പമായിട്ടുള്ള എൻ്റെ ഉടപ്പുറന്നുള്ള ഇല്ലത്തേക്ക് ഒന്ന് പോയി കണ്ട് ആ കുടജാതിയും കണ്ട് വരാൻ പറഞ്ഞിരിക്കും. ഒന്ന് പൊക്കോളൂ, ആ ഉണ്ണിനെ കൊണ്ട് പൊക്കോളൂ, മനസ്സിലാവില്ല? ഇതിന്റെ സന്താനത്തിന്റെ നക്ഷത്രം എന്താ? ആ ഉണ്ണി സന്താനത്തിന്റെയോ പെൺസന്താനത്തിന്റെ ഒന്നും നിന്റെ മിന്നു കെട്ടിയ ഉണ്ണിയുടെ നക്ഷത്രം ആ ഉണ്ണിയുടെ സമയം നല്ലതാ. 2 പേരുടെ സമയം നല്ലത്. നീതി ഇത്തിരി വ്യാഴം അനുകൂലമാവാണ്ട് അതിന് ഭവനത്തിന് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടോ? കണക്കില് എത്ര കാലമായി ഉണ്ണിയാ ഭവനം? 3 കിടപ്പും മുറിയാ? 3 കിടപ്പും മുറിയല്ലേ?
ഭവനത്തിൽ നിദ്ര കൊള്ളുന്നു. ആ നാൽക്കാൽപ്പീഠം നിന്റെ ഭാഷയിൽ പറയും. ആ കട്ടിലിട്ട മുറി 3 എണ്ണല്ലേ? അന്നം പാചകം ചെയ്യുന്ന അസ്ഥാനത്തുമല്ല, പൊട്ടലുണ്ടാവും. ഇപ്പോഴും ചോദ്യത്തിൽ നിന്ന് മാറിയിട്ടില്ല. 10 വെള്ളി ഗുണത്തിൽ 15 വെള്ളിക്ക് ചെലവുണ്ടാ? അന്നം പാചകം ചെയ്യുന്ന അസ്ഥാനത്ത് വല്ല പൊട്ടലുണ്ടോ? മനസ്സിലായില്ല? അടുക്കള എന്നൊക്കെ മനസ്സിലായി. അത് നിനക്ക് അന്നം പാചകം ചെയ്യുന്ന സ്ഥല, അടുപ്പിട്ട സ്ഥലം അടുക്കള എന്ന് പറയാം. മനസ്സിലായില്ല? അല്ലാതെ കണ്ട് കത്തിക്കുന്നത് അടുക്കളയായിട്ട് പറയില്ല. മനസ്സിലായില്ല? അതായത് വിറക് വെച്ച് പുക വരുന്ന സ്ഥലം അടുപ്പെന്ന് പറയാം. അല്ലേ? അല്ലേ? ആ, അപ്പൊ അവിടെ വല്ല പൊട്ടലുണ്ടോന്ന ചോദ്യം. അപ്പൊ നീ ഇല്ലാതെ എങ്ങനെ പറഞ്ഞു നേരത്തെ? അല്ല, വീണിട്ടുണ്ട് ആരെങ്കിലും ആ ഭവനത്തിനകത്ത് വീഴുക? ആർക്കെ തരിപ്പ് വേവലാജുള്ള? കണ്ണിന് മൂടിക്കെട്ടുള്ളതാരാ? ചെറിയൊരു മൂടിക്കെട്ട് വരാം. അതായത് ആ ഭവനത്തിലേക്ക് കിടന്നു ഇത്തിരി നേരത്തേക്ക് ഒരു മൂടൽ അനുഭവിക്കാം. മനസ്സിലായില്ല? ഉറക്കമില്ലായ്മല്ല ആർക്കാ? നെഞ്ചരിച്ചിലുണ്ടാവും. ഇവിടെ കൊണ്ടൊരു വീർപ്പ് മുട്ടലുണ്ടാവും. അതാർക്കാ? അപ്പോ ഈ ആ ഭവനം നടന്നു നോക്ക്, എന്നിട്ട് ഞാൻ വഴി ഉണ്ടാക്കി തരാം. മനസ്സിലായില്ല? ഇതുപോലെ ആരെയും വെട്ടിപ്പണിയും തച്ചനെ കൊണ്ടുവന്നാണ് കടന്നു നോക്കാൻ. രാശിപ്പലക്കാരനല്ല അളന്നു നോക്കാം. മനസ്സിലായില്ല? ഇതുപോലെ ആലയം വെട്ടിപ്പണിയുന്ന നല്ല തച്ചനെ കൊണ്ടുവന്ന് നിന്റെ ഭവനം നടന്നു നോക്കാം. എന്നിട്ട് ഞാൻ വഴി ഉണ്ടാക്കി തരാം, വെള്ളി നിലനിർത്തി തരാം. മനസ്സിലാവുന്ന? വെള്ളിട്ട് വെക്കണ്ട എനിക്ക്. ഞാൻ വഴി മുടക്കം കൂടാണ്ട് എനിക്ക് കർമ്മം തന്നേക്കണം 4 പേരുടെ പേര്. മനസ്സിലായില്ല? കേട്ടാ? ഞാൻ പറഞ്ഞു എഴുതി കുറിച്ച് കൊടുക്കുന്നു. കർമ്മം തന്നിട്ടുണ്ടാ എനിക്ക്? പോവാ, കർമ്മം തന്നിട്ടുണ്ടാ? കർമ്മം തന്നൊന്നും നീ എനിക്ക് നക്ഷത്രം പറയാവുന്നയുടെ എവിടുന്ന വരണേ? നിന്റെ ദേശത്തെ ഭഗവതിക്ക് വല്ലതും കൊടുക്കാണ്ട? ദേശത്തെ കാളിക്ക് വല്ലതും കൊടുക്കാണ്ട? കൊടുക്കാനുണ്ടോന്നോ ചോദ്യം? കൊടുക്കാനുണ്ടോന്നോ ചോദ്യം? എന്റെ ചോദ്യം ശ്രദ്ധിച്ച് കേട്ടിട്ട് വേണം മറുപടി പറയാൻ. കൊടുക്കുന്നതും കൊടുക്കാനുണ്ടെന്നും രണ്ട് വ്യത്യാസമുണ്ട്. ചോദ്യമൊക്കെ ഒന്ന് ശരി, അവസാനത്തെ 2 അക്കത്തിനെ മാറ്റുള്ളൂ. കൊടുക്കാനുണ്ടോ കൊടുക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞിട്ടില്ല ഇന്നത് കൊടുക്കാൻ. എനിക്ക് മറ്റുള്ള കാര്യങ്ങൾക്ക് കൊടുക്കാൻ കാര്യം പറയേണ്ട കാര്യം, എനിക്ക് ഇങ്ങോട്ട് കിട്ടേണ്ട കണക്ക് പറയേണ്ട കാര്യമുണ്ട്. മനസ്സിലായി? നീ എന്തെങ്കിലും അതായത് ആ പെൺസന്താനം, അതായത് തടംപേറ്റി നിൽക്കുന്ന കാളി, അങ്ങനെ പറയാം. അതായത് ആനപ്പുറത്ത് തടംപേറ്റി നിൽക്കുന്ന കാളി ദേശത്ത്, അങ്ങേർക്ക് തടംപേറ്റി ഉത്സവ ദിനത്തിൽ എന്തോ പ്രാർത്ഥന വെച്ചിട്ട് അത് കൊടുക്കാൻ പറ. നക്ഷത്രം എന്താ ഉണ്ണിയുടെ? ഇപ്പൊ സമയം നല്ലതാണല്ലോ. അപ്പൊ അവരുടെ 2 പേരുടെ പേര് ഒക്കെ പുറത്തല്ലേ? മണലാരണ്യത്തിലല്ലേ? 2 പേരും മണലാരണ്യത്തിലല്ലേ? തിരുവാതിരല്ലേ? ആ ഉണ്ണിയുടെ നക്ഷത്രം കഴിയട്ടെ. 2 മാസക്കാലം കഴിയട്ടെ. എന്നിട്ട് മാത്രം. അല്ലെങ്കിൽ പിന്നെ കഷ്ടത്തിലിരിക്കേണ്ടി പോകും. മനസ്സിലായില്ല? നിന്റെ ഭാഷയിലേക്ക് തന്നെ വരവ്. കഷ്ടത്തിലിരിക്കേണ്ടി പോകും. അവിടെ ചെന്ന് ഇല്ലത്തിനിറങ്ങി ആ ഇല്ലത്ത് ചെന്ന് കയറാനും പറ്റില്ല. ഇല്ലത്തിന് ഇറങ്ങും ചെയ്തു. മനസ്സിലായില്ല? ഞാൻ എന്റെ ഇല്ലത്തിറങ്ങി ആ ഇല്ലത്ത് ചെന്നപ്പോ പടി അടച്ചു. അപ്പൊ അങ്ങോട്ട് കയറാനും പറ്റില്ല, തിരിച്ചിങ്ങോട്ട് വരാനും പറ്റില്ല. മനസ്സിലായ? അപ്പൊ 2 മാസക്കാലം കഴിഞ്ഞിട്ട് ഞാൻ തീർപ്പുണ്ടാക്കി തരാം. ആ ഉണ്ണികളുടെ പേരിൽ 2 പേരുടെ പേരിൽ ഓരോ കാര്യസിദ്ധാർത്ഥം പൂജ കഴിക്കാം. ഭവനത്തിന്റെ 4 ഭാഗത്തിരുന്നുള്ള മണ്ണ്, ഒരു മധു, ഒരു കോടിയാട. അവരെ 2 പേര് ആ കർമ്മം ചെയ്യുന്ന ആസ്ഥാനത്തിന്റെ പേര് എഴുതി കൊടുക്കുക. മനസ്സിലാവണ്ട? അവരുടെ നാമോദയ നക്ഷത്രം എഴുതി കൊടുക്കുക. വഴി ഞാൻ ഉണ്ടാക്കി തരാം. മതിയാ? ദിനം ഓരോ വെള്ളിന് കിട്ടും.
ഇട്ട് വെച്ചേക്കാം. മനസ്സിലായില്ല? ആ ഉണ്ണികണ്ണ എന്താ കുഴപ്പം? അല്ല ഉണ്ണി ഈ ഉണ്ണിയുടെ കൂടെ വന്നാണ് നീങ്ങുന്നു. അതൊക്കെ നീ മടക്കി വെച്ചു, അതൊക്കെ മടക്കി വെച്ചു. അല്ല നീ നീ ആ നിനക്ക് നിന്റെ ഭവനം മരുമകളുടെ ഭവനം, ഞാൻ ചോദിച്ചതിന് ഉത്തരത്തിലേക്ക് വന്നില്ല. നിന്റെ ഭവനവും മരുമകളുടെ ഭവനവും അപ്പൊ അല്ലേ? ആ അത് നിനക്ക് അവകാശമുള്ളതല്ലേ? അതിനുശേഷം ആ പെൺസന്താനത്തിന് അവകാശം വന്നുള്ളൂ അല്ലേ? ശരിയല്ലേ? അപ്പൊ നിനക്ക് ആ പെൺസന്താനത്തിനെ പേടിക്കേണ്ട കാര്യം ഉണ്ടാ? എന്തൊന്ന് എന്തെന്നാണെന്ന ചോദ്യം. പരദൂഷണം രണ്ടു തരമുണ്ട്. ഇത് ചാത്തന്റെ തന്നെയാ, ഇത് ചാത്തന്റെ തന്നെ, ഞാൻ ചാത്തൻ തന്നെയാ. പിന്നെന്ത്? അപ്പൊ എന്നെ പേടിയുണ്ടാണ്, എന്നെ കൂട് കൂട്ടും വേണം. അപ്പൊ ഇങ്ങനെ ശരിയാവാ? അപ്പൊ പിന്നെന്താ? നീ പറഞ്ഞ ഭാഷ അതല്ലേ? അല്ല ഞാൻ നീ പറഞ്ഞ ഭാഷ ഞാൻ തിരിച്ചു പറഞ്ഞിട്ടുള്ളൂ. നീ എന്താ പറഞ്ഞേ? നിന്റെ മരുമകള് ചാത്തന്റെ എന്തെങ്കിലും കൊണ്ടുവന്ന് വെച്ച് എന്തെങ്കിലും നിന്റെ ഭാഷയിൽ എന്തെങ്കിലും ആഭിചാരം ചെയ്യണമെന്നല്ല പറഞ്ഞേ. ഇത് ചാത്തന്റെ തന്നെയാ. അപ്പൊ എന്നെ നിനക്ക് വിളിച്ച് കാര്യം നടത്തും വേണം, എന്നെ കൂട്ടാനും പറ്റില്ല. അപ്പൊ പിന്നെ എങ്ങനെ ശരിയാവാ? അങ്ങനെ തന്നെയാണ് നീ പറഞ്ഞ ഭാഷ, അത് തന്നെയാണ് അല്ലേ? ഞാൻ പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായില്ല. എനിക്ക് മരുമകളുടെ കണക്കും മകന്റെ കണക്കൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല. നീ എന്നോട് പറഞ്ഞ വാക്ക ഞാൻ തിരിച്ചു പറഞ്ഞു. ഇവിടെ നാനാജാതി മതക്കാർ വരുന്നുണ്ട്, മനസ്സിലായി? 3 ആണ്ടക്കോളായിട്ടുള്ള ഞാൻ ഈ പുറത്തിരുന്നിട്ട് ഇത്രയും കോലാഹലം ഞാൻ ഇവിടെ ഉണ്ടാക്കിയേക്കണത് മനസ്സിലായില്ല? എന്നെ കാണാൻ വരുന്ന ആൾക്കാര് ഞാൻ പറഞ്ഞ വാക്ക് അതേപോലെ തന്നെ ഞാൻ ചെയ്തു തരും, അതുപോലെ തന്നെ എന്നോട് പാലിക്കണം. മനസ്സിലാവണ്ട? എനിക്ക് നിന്റെ ഭവനത്തിലെ എല്ലാവരുടെ കണക്കും ചിട്ടപ്പെടുത്തി എനിക്കൊരു കാര്യം ചെയ്തു തരേണ്ട കാര്യം എനിക്കില്ല. എനിക്ക് എന്റെ അച്ഛനെ പേടിക്കണം, അച്ഛന്റെ വാഹനത്തിന് എനിക്ക് പേടിക്കേണ്ട കാര്യമില്ല. മനസ്സിലായില്ല? നിനക്ക് നിന്റെ ഭവനത്തിൽ നീ തന്നെ നായകൻ അല്ലേ? കൊണ്ടുവന്നതിന് നിനക്ക് പേടിക്കേണ്ട കാര്യമില്ല. ഉണ്ടാ അത്രയും പറഞ്ഞാൽ മതി. അപ്പൊ കാര്യമൊക്കെ ശരിയാ. ആ ഉണ്ണിയുടെ നക്ഷത്രം പറ. അപ്പൊ സമയമൊന്നും മാറട്ടെ ഉണ്ണി. ഒരു 90 നാളങ്ങൾ കഴിഞ്ഞ് സമയമൊന്നും മാറിക്കോട്ടെ, ഞാൻ തിരിച്ചു തരാം. അതുവരെ എനിക്ക് പ്രാർത്ഥിച്ച് വെള്ളിയിട്ട് വെച്ചു. മനസ്സിലായ? ഞാൻ ഇങ്ങനെയൊക്കെ പറയും ഇവിടെ, എങ്ങനെയൊക്കെ ഉണ്ണിയാ. എന്റെ മറ്റുള്ള ഇല്ലത്ത് ഈ വക ഒരു വചനമില്ല. ഈ വചനം എന്റെ കോമരക്കാരൻ ഉണ്ടാക്കിയിട്ടുള്ളത് തന്നെയാ. മനസ്സിലാണ്? കാര്യം മുഖത്ത് നോക്കി, ഞാൻ മുഖത്ത് നോക്കി കാര്യം പറയും. എന്റെ അച്ഛനോട് കണക്ക് പറഞ്ഞതും അച്ഛനോട് ഇന്നത് വേണം എന്ന് പറഞ്ഞ ഒരേ ഒരു കാര്യം ഞാനാ. പരിഭവം ഉണ്ടായിട്ട് എനിക്ക് കാര്യമില്ല. അല്ല എനിക്ക് പരിഭവം ഉണ്ടാവേണ്ട കാര്യമില്ല. നീ പറഞ്ഞതിന് ഉത്തരം ഞാൻ പറഞ്ഞിട്ടുള്ളൂ, തർക്കത്തിന് ഞാൻ വന്നിട്ടില്ല. നീ നിനക്ക് നിന്നെ പേടിക്കണം, പിന്നെ നിന്റെ കൊണ്ടുവന്ന മരുമകളെയും പേടിക്കണം. നിന്റെ കാര്യം നടത്തി തരണം. എന്റെ ഭണ്ണാരം നിന്റെ ഭവനത്തിൽ വെക്കാൻ പറ്റില്ല. അതെന്ത് ന്യായ? അത് നീ പിന്നെ പറഞ്ഞപ്പോഴല്ല അങ്ങനെ പറഞ്ഞ. ഉണ്ണി പറഞ്ഞപ്പോഴല്ലേ വെക്കാന്ന് പറഞ്ഞ. ഇത് എന്റെ ചിത്രം പതിച്ചതാ, എന്റെ 4-ാം ഇടത്തിന്റെ പേരെഴുതിയതാ. മനസ്സിലാവണ്ട? ഏറിയ മതക്കാർ വരുന്നുണ്ട്. മനസ്സിലായി? എവിടെ? അങ്ങോട്ട് നോക്ക്. ഞാൻ ഇങ്ങോട്ട് കടന്നിരുന്നപ്പോഴേ, അങ്ങോട്ട് നോക്കിക്കോ. ഞാൻ ഇങ്ങോട്ട് കടന്നിരുന്നപ്പോഴേ എന്റെ കഴുത്തിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ ഞാൻ മംഗല്യം നടത്തിയിട്ടും മണ്ണ് വിറ്റിട്ടും കാര്യം നടത്തിയതാ. മനസ്സിലായ? ഈ കാണാവുന്നത് കെട്ടിപ്പതുക്കൊക്കെ. അപ്പൊ കാര്യം നടത്താൻ ഞാൻ എടുക്കണാ. അപ്പൊ എന്നോട് പറഞ്ഞ വാക്ക് അതുപോലെ പാലിച്ചിരിക്കണം. ഇല്ലേ ഉണ്ണിയെ? എനിക്കൊരു ശീലമുണ്ട്. നീ കണ്ട മുതലല്ലോ ഞാൻ ഭവനത്തിൽ നിന്ന് ഇറങ്ങുമ്പോ ഒരു വെള്ളിയിട്ട് വെച്ചിട്ട് പോക്കോ. ഭണ്ണാര സങ്കല്പം ഉണ്ടോ അവിടെ? ഉണ്ടോന്ന്? ഒരു വെള്ളിട്ട് വെച്ച് പ്രാർത്ഥന വെച്ച് പോക്കോ. അതുപോലെ തന്നെ നിന്റെ വില്ലും വേല കഴിയുമ്പോ ആ വില്ലും വേല കഴിഞ്ഞ് നീ കൈകാല് ശുദ്ധി വരുത്തി വസ്ത്രം മാറി നീ വെള്ളി വാങ്ങുന്നതിന് മുമ്പ് പറയുമോ, മായക്കാര ഇന്ന് എന്റെ മുഴുവനും വെള്ളി കിട്ടണം. എങ്ങനെ ഒരു ഉടമ്പടി വെച്ച് ഞാൻ തീർപ്പുണ്ടാക്കി തരാം. മതിയാ? മതിയോ? മുടക്കം കൂടാക്കേണ്ട എനിക്കൊരു കർമ്മം തന്നേക്കണം. ഒരു മധു, ഒരു കോടിയാണ്, ഒരു പാത്രം, എല്ലാ മാസക്കാലത്തും ഇതാ. ഓക്കെ.
അതുപോലെ തന്നെ നിന്റെ മാതാവല്ല അല്ല, ആ മാതാവല്ലാന്ന്. എന്നാ മാതാവിന്റെ സ്ഥാനം വഹിക്കുന്ന ആളാ. അങ്ങേരും പറഞ്ഞില്ല ഇല്ല എന്നുള്ളത് അല്ലേ? നീ അത്രയും തർക്കിച്ചു എന്നോട് ഇല്ല ഇല്ലാന്ന് അല്ലേ? ഞാനേ നീ ഇല്ലത്തുനിന്ന് ഇറങ്ങിയാൽ ഇവിടെ എത്തുന്നതിന് മുമ്പ് നിന്റെ കാര്യങ്ങൾ മുഴുവനായിട്ടും പുസ്തകത്താളിൽ ഞാൻ നോക്കി വെക്കും, മനസ്സിലായ? അതിവിടെ പൂജാതി കർമ്മത്തിരിക്കുമ്പോ എന്റെ കർമ്മിയും അങ്ങനെ തന്നെയാ, എന്റെ കൂടെ വന്ന ഉണ്ണിയിലും അങ്ങനെ തന്നെയാ, മനസ്സിലായ? വെച്ചില്ലേ എന്തൊരു നക്ഷത്രം ഞാൻ നടത്തി തരാം. എന്റെ ഉടപ്പുറന്നുള്ള കുംഭഭരണിന്ന് വരും. നിന്റെ ദേശം എവിടെയാ? നിന്റെ ആ ദേശത്ത് ഉടപ്പുറന്നുള്ള കാളിയുടെ ആ ദേശത്തെ കാളിയുടെ ഉത്സവം എന്നാ? അതായത് എന്നാ അവിടുത്തെ ഉത്സവാദി ചടങ്ങെന്ന ചോദ്യം. എന്റെ കാളിയുടെ ഒന്ന് കഴിഞ്ഞോട്ടെ കുംഭഭരണിക്ക് കേട്ടോ. അത് കഴിഞ്ഞ് നട അടച്ച് തുറക്കും അന്നാണ് എന്റെ വെള്ളാട്ട്. അതിനു മുമ്പ് ഞാൻ വഴി ഉണ്ടാക്കി തരാം. പോരെ, എനിക്ക് പറഞ്ഞ മുതൽ എനിക്ക് തരണം. ഉരുളി പറഞ്ഞ മുതൽ എനിക്ക് തരണം എന്നാ പറഞ്ഞത്. വന്ന് എന്നിട്ട് ഞാൻ വഴി ഉണ്ടാക്കി തരാം. പോരെ, വേണ്ടാന്ന് വന്ന് കയറട്ടോ, എന്നിട്ട് ഞാൻ ചോദിച്ചോളാം. അത്രയും തറക്കാൻ പറ്റതല്ലേ എന്നോട്? അങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് പറഞ്ഞതല്ലേ? അല്ല, കാര്യം നടക്കാനുള്ള നീ എന്റെ അടുത്ത് വന്നേ, അതെല്ലാം ഉപാധിയല്ലേ ഞാൻ നിന്നോട് പറഞ്ഞു. കാര്യം നടക്കട്ടെ, എന്നിട്ട് ഞാൻ എന്റെ പൊരുട് ചോദിച്ച് തന്നിരിക്കണം. തന്നിരിക്കണം. ഇത് കണ്ടോ, അതൊക്കെ മംഗല്യം കഴിച്ചിട്ട് ഞാൻ വാങ്ങിച്ചിട്ടതാ. നക്ഷത്രം ഇപ്പൊ സമയം നല്ലതാണ്. ശരി ഉണ്ടായിരുന്ന സമയത്ത് ഇപ്പൊ ചങ്ങാതിമാര് വല്ലവരുണ്ടാ? തോളോട് തോള് ചേർന്ന് അടുത്തും പോലത്തൊക്കെ ആൾക്കാരുണ്ടായിരുന്നില്ലേ? ഇപ്പൊ ആരെങ്കിലും ഉണ്ടാ? നീ അതിന്റെ മനസ്സിലാക്കാൻ. ഇതിനു മുമ്പ് നിനക്ക് 2 വട്ടം ഇങ്ങനെ സംഭവിച്ചല്ലേ? അന്ന് നീ മനസ്സിലായില്ല. നിനക്ക് എത്ര വയസ്സായി? അതായത് ഒരു പുരുഷായുസിന്റെ 15 തീർന്നു അല്ലേ? ഈ ഭൂമി മലയാളത്തിൽ ഇനി ഒരു പുരുഷന്റെ ആയുസ് എന്ന് പറഞ്ഞാൽ ഇനി കുറച്ച് നാളും കൂടെ ഉള്ളൂ. നിന്റെ ആയുസിന് കേടുമെന്നല്ല ഞാൻ പറഞ്ഞു. നിന്റെ നക്ഷത്രം കൊണ്ട് 75-80 വയസ്സ് കാലം വരെ ഈ ഭൂമി മലയാളത്തിൽ എന്റെ അച്ഛൻ പറഞ്ഞു. ഞാനതല്ല ചോദിച്ചത്. അങ്ങനെയല്ല പറയൂ. ഒരു പുരുഷായുസിന്റെ ഏറെ കാലം കഴിഞ്ഞു, എന്നിട്ട് നിനക്ക് നിന്റെ കൂടെ നിന്ന് ചങ്ങാതിമാര് ഇങ്ങനെ പിന്നിൽ നിന്ന് കുത്തുമെന്ന് നിനക്ക് മനസ്സിലായില്ല. എന്നിട്ടും ചില ഉണ്ണികൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നീ ചെയ്തുകൊണ്ട് എന്നിട്ട് ഇപ്പൊ എന്തുണ്ടായി? ഒന്നുണ്ടായില്ല. അല്ല, ഇനിയിപ്പോ എന്നാ പഠിക്കുക? അല്ല ഇല്ല, ഇനിയിപ്പോ എന്നാ പഠിക്കാന്നാ ചോദിച്ചുള്ളൂ. ഇനിയിപ്പോ എന്ന് പഠിക്കും? 50-52 വയസ്സായി അല്ലേ? ഇനി പഠിച്ചില്ലെങ്കിൽ എന്നാ പഠിക്കാം? പൈതലല്ലോ, മംഗല്യം കഴിച്ചിട്ട് സന്താനങ്ങൾ എത്രയുണ്ട്? അല്ല, ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല നിനക്ക്. നീ മറ്റുള്ള ഉണ്ണികൾക്കൊക്കെ സഹായം ഏറി കയ്യെറിഞ്ഞും നീ അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ സ്വരൂപിച്ചു കൊടുത്തു. നിന്റെ ഉണ്ണിയുടെ ഒരു കാര്യം വന്നപ്പോ അവരും ഇല്ല, നിനക്കിട്ട് ചെയ്യാനും പറ്റണില്ല. ആ ഉണ്ണിയുടെ നക്ഷത്രം എന്ന് പറഞ്ഞു എവിടേക്കാ പോണ്ട? ഉണ്ണിക്ക് അത് മനസ്സിലായി. ആ ഉണ്ണി എല്ലാ കടലാസുകളും അതിന് വേണ്ട കാര്യങ്ങളും ആ ഉണ്ണി വെള്ളിയും കൊടുക്കും. നീ ഒരു അണ്ണാ പൈസ അതിലേക്ക് നീക്കി വെക്കാൻ നിനക്ക് പറ്റില്ല. അത് തന്നെ ഞാനും പറഞ്ഞു. അല്ല, ഇനിയിപ്പോ സമയം നല്ലതാ. അത് പിന്നെ അങ്ങനെയല്ല ഉണ്ണിയെ വാങ്ങിച്ചു കൊടുത്ത് നീയല്ല വാങ്ങിച്ചു കൊടുത്ത്. നീ കൊടുത്ത ഉണ്ണികളോട് അവർക്ക് വന്ന് ചോദിക്കാൻ പറ്റുമോ? നീയല്ലേ എഴുതി നോക്കി വെച്ച് ഓരോ ഉണ്ണികൾക്കും വേണ്ടി വാങ്ങിച്ചു കൊടുത്ത് ഇടനില നിന്ന് നീയല്ലേ? അവരെന്താ പറഞ്ഞ? അവര് തന്നില്ലെങ്കിൽ ഞാൻ തരാം അല്ലേ? അങ്ങനെയല്ല ഉപാധി. അപ്പൊ അവരോട് ചോദിക്കൂ? ഇല്ലല്ലോ. അപ്പൊ നിന്റെ ഉണ്ണിയുടെ പേരിൽ ഓരോ കർമ്മം പ്രവർത്തിച്ചു. ആ ഉണ്ണിയുടെ നീല പുസ്തകമുണ്ട് ആറ് കടന്ന് പോകാനുള്ളത്. അതിന്റെ ഒരു പകർപ്പ് കൊണ്ടുവരാൻ പറയാ. ആ ഉണ്ണി പഠിച്ച വിദ്യ എന്ന് വെച്ചാൽ കൊണ്ടുവരാൻ പറയാ. അതുപോലെ തന്നെ അത് തന്നെ ഞാനും പറഞ്ഞുള്ളൂ. അതിന്റെ വിദ്യ എന്താണെന്ന് എഴുതി കൊണ്ടുവരാ. പോകേണ്ട ദിക്ക് എഴുതി കൊണ്ടുവരാ. ഒരു ഭാഗത്തെ കർമ്മം ഒരു ഭാഗത്തെ വിദ്യയും കൂടിയിട്ടല്ലേ പോകണേ? അത് തന്നെ ഞാനും പറഞ്ഞുള്ളൂ. അതാണ് പറഞ്ഞ ആ വിദ്യയുടെ രൂപരേഖ എഴുതി കൊണ്ടുവരാ. ആ നീല പുസ്തകത്തിന്റെ അക്കങ്ങളുണ്ട്, അതിന്റെ ഒരു പകർപ്പ് കൊണ്ടുവരാ. ഉണ്ണിയുടെ നാമോദയ നക്ഷത്രം എഴുതി കൊണ്ടുവരാ. പോകുന്ന ദിക്ക് എഴുതി കൊണ്ടുവരാ. രണ്ടുപേരുടെ പേരിലും ഓരോ സിദ്ധാർത്ഥം പൂജ. ആ ഉണ്ണി ആരെ കടന്ന് അവിടെ പോകുന്നവരെന്ന് പ്രവർത്തിച്ചു. ഞാൻ വഴി ഉണ്ടാക്കി തരാം. ഇനി നടത്തിത്തരാം. ഇപ്പൊ വ്യാഴം 11ലേക്ക് വന്നിട്ട് ഇനി നടത്തിത്തരാം.
ഇനി നീ ഇതേ തെറ്റാണ് ഇനി ഞാൻ ആവർത്തിച്ചു. അല്ല നിന്റെ നക്ഷത്രം അതാണ്. അല്ല നിന്റെ നക്ഷത്രം അതാണ്. ആര് വന്ന് ചോദിച്ചാലും ഇനിയും വാങ്ങിച്ചു കൊടുക്കും. ആ ഇത് എന്നിട്ട് നീ എങ്ങനെ തരാന്ന് മനസ്സിലായില്ല. എങ്ങനെ തരാന്ന് നിനക്ക് ഒന്നാമത്തെ വ്യാഴം അഷ്ടമത്തിൽ പോയി നിൽക്കുന്നു. ഇപ്പൊ വ്യാഴങ്ങൾ കടന്നു വന്നിട്ടുള്ളൂ. ഞാൻ പറഞ്ഞതിന്റെ കാര്യം നീയെ മറ്റുള്ള ഉണ്ണികൾക്ക് വേണ്ടി വെള്ളി വാങ്ങിച്ചു കൊടുക്കേണ്ട കാര്യം നിനക്ക് എന്തെന്ന് ഇനിയും ചോദിച്ചു വരും. ചെയ്തോ അപ്പൊ ശരിയാവും. അപ്പൊ ഇരിക്കുന്ന ഇരിപ്പാടം കൂടി അങ്ങോട്ട് പോട്ടെ. അപ്പൊ എന്തുണ്ടാവും? ആ അത് തന്നെ ഞാനും പറഞ്ഞു. ഇനിയിപ്പൊ എന്റെ ഉണ്ണി പോയിട്ടൊന്ന് കര കയറണം, എന്നിട്ടൊരു ഇരിപ്പിടം ഉണ്ടാക്കണം. നീയായിട്ടുണ്ടായതൊക്കെ അതിന്. അപ്പൊ ആ ഉണ്ണിക്ക് ഇനി ഒരു 3-4 ആണ്ടക്കുള്ള അതിനൊരു ഉണ്ണിനെ കൈപ്പിടിച്ച് കൊടുക്കട്ടെ. അപ്പൊ എവിടെ നിർത്ത് കൊടുക്കും നീ? എന്നിട്ട് നീ പഠിച്ചിട്ടില്ല. അതെങ്ങനെയാണെന്ന് മനസ്സിലായില്ല. അങ്ങനെ ഒരു സഹായം ചെയ്ത് ആ തിരിച്ച് സഹായം ചെയ്യണമെന്ന് ഏത് വഴിയില്ല പറഞ്ഞേക്കണേ? ഇല്ല. നീ നിന്റെ കാര്യം നോക്കണം. മനസ്സിലായില്ല. അത് നീ ഇന്നും പഠിച്ചിട്ടില്ല. അത് നിന്റെ നക്ഷത്രത്തിന്റെ കുഴപ്പം. അതന്നെ ഞാനും പറഞ്ഞു. അങ്ങനെയുള്ള നക്ഷത്രക്കാരുടെ കുഴപ്പമാണ്. മനസ്സിലായ? ആരെങ്കിലും വരുമ്പോഴേക്കും അത് വന്നത് കാഞ്ഞ് അത് കേൾക്കും. അതിൽ സത്യാവസ്ഥ ഉണ്ടോ ശരിയേത് തെറ്റേതെന്ന് അറിയില്ല. അപ്പോഴേക്കും നീ അവരെക്കാളും മുമ്പ് നീ പോയി ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. അത് കഴിയുമ്പോൾ കാര്യം നടന്നു കഴിയുമ്പോഴല്ലേ ഇവിടെ നിന്ന് അക്കറി കടക്കുന്നവരെ നിന്നെ വേണ്ടു. കടന്നു കഴിഞ്ഞാലേ ആ കടക്കാനിട്ട ആ നൂലില്ലേ അതുകൊണ്ട് പൊട്ടിച്ചു കളയും. മനസ്സിലായില്ല? ആ അത് തന്നെയല്ല ഞാനും പറഞ്ഞു. ഇതൊന്ന് പ്രവർത്തിച്ചു കേട്ടോ. അത് ശരിയല്ലേ? നീയല്ലേ ഇത് നിന്നേ? എങ്ങനെ സാവകാശം തരിക? നീ സാവകാശം നിന്ന് എവിടെ നിന്ന് എടുത്ത് കൊടുക്കാം? അതൊന്നും പറഞ്ഞു. നീ കൊടുത്ത ഉണ്ണി പോയി. എന്ത് കാര്യം ഉണ്ടായി നിനക്കുണ്ണി? ഞാൻ നിന്നെ കുറ്റം പറഞ്ഞതോ പഴി പറഞ്ഞതോ അല്ല. നീ ഒന്ന് ചിന്തിച്ചിരുന്ന് നോക്കിയാ നീ നല്ലവണ്ണം നേരത്തിന് അന്നം കഴിച്ചിട്ട് നിദ്ര കൊണ്ടിട്ട് കാലത്രായി ഉണ്ണി. ഇതാര് വരുത്തി വെച്ചതാ? നീ വരുത്തി വെച്ചതല്ലേ? അത് ഞാൻ തീർപ്പുണ്ടാക്കി തരാം. പൊക്കോ നീ. നിന്റെ പേരിലും ആ ഉണ്ണിയുടെ പേരിലും കർമ്മം പ്രവർത്തിച്ചു. ആ പുസ്തകത്താള് കൊണ്ടുവിടുന്നു. ആ ഉണ്ണിക്ക് പോകേണ്ട ദിക്ക് നിശ്ചയൊക്കെ എഴുതി കൊടുത്തു. ഞാൻ വഴി ഉണ്ടാക്കി തരാം. ആ ഇത് കൊണ്ടുകൊടുക്കും. ഞാൻ എന്താ നഷ്ടം? ഒരു 11 നാള് നിന്റെ ദേശത്ത് അച്ഛന്റെ ആലയത്തിൽ ഒരു കൂടത്തിന്റെ കാരണം ഒരു കുടം കൊണ്ട് നീര് കഴിക്കാം. ആ നീര് വാങ്ങിച്ചുകൊണ്ട് നിന്ന് ഒന്നുകിൽ അവിടെ നിന്ന് തന്നെ തിരസിൽ തെളിക്കാം. തിരസിലായിട്ട് ഒഴിക്കാം. മനസ്സിലാവണ്ട? അതൊന്നും എനിക്ക് എല്ലാ മാസക്കാലം ഒരു വീടോട് കർമ്മം നിന്റെ പേരിലാണ്. എന്നിട്ട് ഞാൻ നിനക്ക് ചെമ്പോലക്കല്ലുടെ അടുത്ത കർമ്മത്തിൽ വരുമ്പോൾ തരാം. അത് നീ കൊണ്ടുവിടുന്നു. ഞാൻ വഴി ഉണ്ടാക്കി തരാം. ഇനി വരുമ്പോ നിന്റെ ഭവനത്തിന്റെ 4 ഭാഗത്ത് ഒരു നുള്ളു മണ്ണ് ശ്രദ്ധിച്ച് കേട്ടേക്കണം. ഭവനത്തിന്റെ 4 ഭാഗത്ത് ഒരു നുള്ളു മണ്ണ്, ഒരു മധു, ഒരു കോടിയാട, ഒരു പാത്രം. മനസ്സിലാവണ്ട? നിനക്ക് ഞാനൊരു ചെമ്പോലത്തെ വിട് തരാം. അതായത് വെള്ളാട്ട് കർമ്മം വരെ മുടക്കം കൂടാണ്ടൊന്ന് ചെയ്യും. അത് കഴിഞ്ഞ എല്ലാ തിങ്കളാഴ്ചയും അച്ഛൻ്റെ ആലയത്തിൽ ഒരു കുടം കൊണ്ട് നീര്, ഒരു പൂവളത്തിന്റെ കാലം, ഒരു പാത്രം നെയ്യ് നിന്റെ ശരീരം ഒഴിഞ്ഞാഞ്ഞ് അച്ഛന്റെ മുന്നിലും പിന്നിലുള്ള ദീപത്തിൽ തെളിയിക്കാൻ പറയാം. വഴി ഞാൻ ഉണ്ടാക്കി തരാം. മതിയാ? നക്ഷത്രം പറയാം. അതിനു മുമ്പ് വല്ല സ്നേഹബന്ധമായിട്ടുണ്ടോ? ഇപ്പോഴും ചോദ്യത്തിൽ നിന്ന് മാറിയിട്ടില്ല. നീ മംഗലം കഴിക്കുന്നതിന് മുമ്പ് നിനക്ക് ഏതെങ്കിലും പെൺസന്താനത്തോട് ഇഷ്ടമുണ്ടായിരുന്നോ? അല്ലെങ്കിൽ ഏതെങ്കിലും പെൺസന്താനത്തിന് നിന്നോട് ഇഷ്ടമുണ്ടായിരുന്നു? രണ്ടിലേതെങ്കിലും ഒന്ന് പറയുന്നത്. എന്നിട്ടുണ്ട് ഞാൻ എപ്പോഴൊന്നും ചോദിച്ചിട്ടില്ല. എപ്പോഴാണ് ഞാൻ ചോദിച്ചിട്ടില്ല. മംഗല്യം കഴിക്കുന്നതിന് മുമ്പുള്ള ചരിത്രം പറഞ്ഞത്. മംഗല്യം കഴിച്ചിട്ട് പിന്നെ അങ്ങനത്തെ ബന്ധം കൊണ്ടുനടക്കാൻ പാടില്ല. കൊണ്ടുനടക്കുന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട്. ഇല്ലാന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഇഷ്ടമില്ല അങ്ങനെ. അല്ല ഇപ്പോഴും ഞാൻ ആ ചോദ്യത്തിന് മാറിയിട്ടില്ല. എന്നിട്ട് എന്ത് ചെയ്ത കാര്യം? എന്നാലും മോഹനത്തിന്റെ അതുകൊണ്ടാണ് ചോദിച്ചത്. ഇനി അടുത്ത കർമ്മത്തിന് വരുമ്പോഴേ നീ ഒരു സ്ത്രീ പ്രജ്ഞ കൊണ്ടുപോയി
തന്നെ നിനക്ക് വെള്ളി തരാനുള്ള ഉണ്ണികളൊക്കെ പേര് എഴുതി കൊണ്ടുപോവാം. അവരുടെ 4-ാം ഇടത്തിന്റെ പേര് അവരുടെ പേരൊക്കെ എഴുതി കൊണ്ടുപോവാം. ഇന്ന ദേശത്ത് ഇന്ന ഭാഗത്തുള്ള ഉണ്ണി എനിക്ക് ഇത്ര വെള്ളി തരാനുണ്ട്, അടുത്തത് ഇന്ന ഭാഗത്തുള്ള ഉണ്ണി ഇന്ന ആ ഉണ്ണിയുടെ ഭവനത്തിന്റെ പേര് ഇന്നതാണ്. അതായത് ഭവനത്തിന്റെ പേരില്ല, 4-ാം ഇടത്തിന്റെ പേര്. ഓരോരോ ഭവനങ്ങൾക്ക് ഉണ്ണികൾക്ക് 4-ാം ഇടത്തിന്റെ പേരുണ്ടാവില്ല. ആ 4-ാം ഇടത്തിന്റെ പേര് എഴുതാം. ഇന്ന മാതാവിനും ഇന്ന പിതാവിനും ജനിച്ച ഇന്ന ഉണ്ണിക്ക് ഇത്ര വെള്ളി തരാണ്ട്, ഇന്ന ഭാഗത്ത് തങ്ങിപ്പാർക്കും. അതൊരു രൂപം എഴുതി കൊണ്ടുവരാം. ഒരു മധു, ഒരു കോടിയാള, ഒരു പാത്രം നെയ്യ്, എന്റെ ഭവനത്തിന്റെ 4 ഭാഗത്തൊരു നൂറ് മണ്ണ്, ഒരു സ്ത്രീ പ്രതിമ കൊണ്ടുപോവാം. എന്റെ പണിയാള നക്ഷത്രം എന്ന് പറഞ്ഞു സമയം ഇത് സ്നേഹബന്ധമാണ്. എന്റെ ഭവനത്തിന്റെ കുറച്ച് ഭവനത്തിനൊന്ന് വടക്ക് ഭാഗമാണ്. ഇപ്പം വടക്ക് പടിഞ്ഞാറാണോ? അധികം ദൂരം എന്താ? അപ്പൊ ഇതൊന്നും എഴുതിക്കൊണ്ടുവാ. ഒരു മധു, ഒരു കോടിയാട, ഒരു പാത്രം നെയ്യ്, ഒരു സ്ത്രീ പ്രതിമ. മനസ്സിലാവണ്ട? എന്റെ ഭവനത്തിന്റെ 4 ഭാഗത്തൊരു നുള്ളു മണ്ണ്. അതുപോലെ തന്നെ നിനക്ക് വെള്ളി കിട്ടാനുള്ള എല്ലാവരുടെ പേര് ഇതാ. ഞാൻ പൂർത്തീകരിക്കുന്നത് കമ്പനി മൂലം വെള്ളി കിട്ടും. ഇതാ, ഇത് ഭവനത്തിന്റെ 4 ഭാഗത്തും തൂടം ചെയ്തു. ഇതാ, ആവശ്യം ഉണ്ണിക്ക് നടത്തി തന്നു. ഉണ്ണിയുടെ 4-ാം ഇടത്ത് ഏത് കരുക്കളുണ്ടോ എന്നൊന്നും എനിക്കറിയണ്ട. എന്നെക്കാളും പ്രൗഢിയുള്ളവരുണ്ട്. അതൊക്കെ ഞാൻ സമ്മതിച്ച് ഞാനുണ്ട്. പക്ഷെ ഉണ്ണി എന്നോട് പറഞ്ഞു, ഇത് പ്രകാരം ഞാനത് നടത്തി തന്നു. അതിന് സന്തോഷമല്ലേ ഉണ്ണി? എനിക്കും സന്തോഷമാണ്. ഉണ്ണിയുടെ ഇല്ലത്തുള്ള എനിക്കും സന്തോഷമാണ്. മനസ്സിലായില്ല? ഞാനും അങ്ങേരും ഒരേ തലത്തിലിരുന്നിട്ട് 2 പേരും ഒപ്പം തന്നെ പ്രവർത്തിച്ചു. അതിന് ഞാൻ തെറ്റ് പറഞ്ഞിട്ടില്ല. മനസ്സിലായില്ല? അങ്ങനെ തന്നെ പൊക്കോട്ടെ. നക്ഷത്രം പറഞ്ഞു അല്ല, അതിന്റെ എവിടേക്കാ ഉണ്ണി? മണലാരണ്യത്തിലേക്കാണ്. വെള്ളി കൊടുക്കണം. അല്ല, വെള്ളി കൊടുക്കണമെന്ന് അങ്ങോട്ട് പോവാനായിട്ട് വെള്ളി കൊടുക്കണമെന്ന് വെച്ചാൽ എത്രയാ ചോദിച്ചേക്കണേ? എത്ര വെള്ളി നിനക്ക് കിട്ടും? 30 നാൾ കൂടുമ്പോൾ അത് പറഞ്ഞിട്ടുണ്ടോ? അല്ല, അതിന് അന്നൊക്കെ കിട്ടും നിനക്ക്? അവിടെ അന്നം തങ്ങിപ്പാർക്കുള്ള ഇടം കഴിഞ്ഞിട്ടാണോ നിനക്ക് 35 വെള്ളി? അല്ല, ഞാൻ ചോദിച്ചതാ. അല്ല, അതിന് ഞാൻ സ്വന്തം ബന്ധം ചോദിച്ചില്ല. അതായത് നിനക്ക് ഈ ദേശത്ത് കിട്ടുന്നതും ആ ദേശത്ത് കിട്ടുന്ന വെള്ളി തമ്മിൽ കൂട്ടിക്കഴിച്ച് നോക്കുമ്പോൾ അതിൽ ലാഭവിഹിതം ഉണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ടാ. മനസ്സിലായില്ല? ഞാൻ പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായോ ഉണ്ണിക്ക്? അവിടത്തെ അന്നം കഴിഞ്ഞ് അവിടെ തങ്ങിപ്പാർക്കുന്ന ഇടം കഴിഞ്ഞിട്ട് നിനക്ക് 35 വെള്ളി കിട്ടിയിട്ട് കാര്യമില്ല. അത് കഴിഞ്ഞ് അന്നം താമസിക്കുന്നതായ ഇടം കഴിഞ്ഞ്, അതായത് തങ്ങിപ്പാർക്കുള്ള ഇടം കഴിഞ്ഞിട്ട് 35 വെള്ളി കിട്ടണമെങ്കിൽ 2-3 വെള്ളിന്റെ നിനക്ക് അവിടുത്തെ കാര്യങ്ങൾക്ക് പോകുള്ളൂ. മീതി വെള്ളി എങ്ങനെ പോയാലും ഏറി കുറിച്ച് എങ്ങനെ കളിച്ചാലും 30 വെള്ളി 30 നാൾ കൂടുമ്പോൾ ഭവനത്തിലേക്ക് എത്തില്ലേ? അപ്പൊ അതിനുള്ള വഴി ഞാൻ ഉണ്ടാക്കി തരാം. അടുത്ത കർമ്മത്തിന് വരുമ്പോ നിന്റെ ഭവനത്തിന്റെ 4 ഭാഗത്ത് ഒരു നുള്ളു മണ്ണ് നിന്നെ കൊണ്ടുപോകാന്ന് പറഞ്ഞ ഉണ്ണികളുടെ നാമോദയം നക്ഷത്രം, ആ കൊണ്ടുപോകുന്ന ദേശം, അതുപോലെ തന്നെ അവിടുത്തെ കർമ്മസ്ഥാനം, അതുപോലെ തന്നെ നിന്റെ നീല പുസ്തകം താളുണ്ട്, അതിന്റെ ഒരു പകർപ്പ്, ഇതൊക്കെ കൊണ്ടുപോവാ. എനിക്കൊരു മധു, ഒരു കോടിയാട, ഒരു പാത്രം നെയ്യ്, എനിക്കൊരു കർമ്മത്തിനും പ്രവർത്തിച്ചോ, ഞാൻ നിനക്ക് വഴി ഉണ്ടാക്കി തരാം. ഇത് ഭവനത്തിന്റെ 4 ഭാഗത്തായിട്ട് ഇട്ടു കേട്ടാ. ഉണ്ണികളിലേക്ക് ആ പേര് സങ്കല്പിച്ച് ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് അവരാധിക്കൊണ്ട ഇത് ഭവനത്തിന്റെ 4 ഭാഗത്തേക്ക് കൂട്ടാം. ആ ഉണ്ണിയുടെ നിന്ന് വരാൻ പറയും. അല്ല, ആൺസന്താനത്തില്ല, പെൺസന്താനം ഭവനത്തിലേക്ക് ആ ഉണ്ണിയുടെ നിന്ന് വരാൻ പറയും. അപ്പൊ ഞാൻ ചില കാര്യങ്ങൾ ചോദിച്ച് അതിനുള്ള അവസരം കൊടുക്കാനുള്ള വഴി ഉണ്ടാക്കി തരാം. പോലെ
അതിപ്പോ നിന്റെ കുറ്റല്ല. ആ ദേശത്ത് അങ്ങനെ ഈ മലയാള മണ്ണിലേക്ക്, ഈ ഭാരത മണ്ണിലേക്ക് കയറിപ്പോരുന്ന വഴി ആ മഞ്ഞുമഴയുള്ള ആ ദിക്കിലേക്ക് അങ്ങനെ കയറിപ്പോകാൻ പറ്റില്ല. അവിടത്തെ അധികാരികളുടെ ചില നിശ്ചയങ്ങളുണ്ട്, മനസ്സിലാണ്. ആ നിശ്ചയം പോലെ പോകുള്ളൂ. അപ്പൊ നിന്റെ കുറ്റമല്ല, ഉണ്ണിയുള്ള കുറ്റമല്ല, കൊണ്ടുപോകാന്ന് പറഞ്ഞ ഉണ്ണിയുള്ള കുറ്റമല്ല, മനസ്സിലാവണ്ട. ആ ഉണ്ണിയുള്ള വ്യാഴം ഒന്ന് പ്രസാദിക്കണ്ടേ. അപ്പൊ നീ അതുവരെ ആ ഉണ്ണിയുള്ള പേരില് ഒരു 3 മാസക്കാലം അടുപ്പിച്ചിരിച്ചിരി കർമ്മത്തിന് തരാ. അതുപോലെ തന്നെ 3 മാസക്കാലം അടുപ്പിച്ച് 2 ഉണ്ണിയുള്ള പേരിലേക്ക് കർമ്മത്തിന് തരാം. ഭവനത്തിന്റെ 4 ഭാഗത്ത് നിന്നും മണ്ണ് കൊണ്ടുവരാം. ആ 2 സന്താനങ്ങളുടെ ചിത്രം കൊണ്ടുവരാം. ആ ഉണ്ണികൾക്ക് പോകേണ്ടതായ കടലാസുണ്ട് കൊണ്ടുവരാം, മനസ്സിലാവണ്ട. ഒരു നീല പുസ്തകല്ലേ, അത് തക്കുണ്ട്, അതൊരു പകർപ്പായിട്ട് കൊണ്ടുവരാം. കൊണ്ടുപോവാന്ന് പറഞ്ഞ ഉണ്ണികളുടെ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിന്റെ പേര് കൊണ്ടുവരാം. പോണ്ട ദിക്ക് കൊണ്ടുവരാം കേട്ടാ. ഞാൻ വഴി ഉണ്ടാക്കി തരാം. അത് കഴിഞ്ഞിട്ട് എൻ്റെ കർമ്മം കഴിഞ്ഞ് എല്ലാ ചൊവ്വാഴ്ച ദിവസങ്ങളിലും ഉണ്ണി തങ്ങിപ്പാർക്കുന്ന ദേശത്ത് ചൂലക്കാരനുണ്ടെങ്കിൽ അങ്ങേർക്ക് 2 പേരുടെ പേരില് ഇളനീര് കൊണ്ടും ഒരു ചൊവ്വാഴ്ച ക്ഷീരം കൊണ്ടും അങ്ങനെ മാറി മാറി അഭിഷേകം നടത്തിയിരിക്കുക, മനസ്സിലാവണ്ട. എന്നിട്ട് പറയാം, നീ കുറിച്ച് ജാതകത്തില് എൻ്റെ ഉണ്ണി സന്താനങ്ങൾക്ക് ഇന്ന നക്ഷത്രത്തില് വ്യാഴം പ്രസാദിച്ച് അവർക്ക് കർമ്മമേഖലയും വിദേശവാസങ്ങളും കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ പൂർത്തീകരിച്ച് കൊടുക്കണമെന്ന് സങ്കല്പിച്ച് കുഴിഞ്ഞോ ഞാൻ വഴി ഉണ്ടാക്കി തരാം. മതിയാ? മുഴുവനും വെള്ളി കിട്ടുന്നതിന് മുമ്പ് നീ എഴുതി ഒപ്പ് കൊടുത്തു കൊടുത്താ. അപ്പൊ എന്തിനാ കൊടുത്തേ? അപ്പൊ നീ അത് കൊണ്ട് സമർപ്പിക്കും. ഞാൻ പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായില്ല. നീ നിന്റെ മണ്ണ് വിറ്റപ്പോ മുഴുവനും വെള്ളി അങ്ങോട്ട് കിട്ടിയതിന് ശേഷം എഴുതി ഒപ്പ് വെക്കണ്ടോ? നീ അതിനു മുമ്പ് എന്തിനാ എഴുതി ഒപ്പ് വെച്ചേ? അപ്പൊ ഇതൊക്കെ ചെയ്തിട്ടല്ലേ ഇവിടേക്ക് വന്നേ. നീ എത്ര കിട്ടാണ്ട്? അത് ഞാൻ വാങ്ങിച്ചു തരാം, മതിയാ? അതിന് 25 വെള്ളി എനിക്ക് തരാം, സമ്മതിച്ചാ? അത് ആ മണ്ണ് ഞാൻ വിറ്റ് തരാം. അതുവരെ എനിക്ക് കർമ്മം നിന്നേക്കണം. ഒരു 1.5 മാസക്കാലം, അതായത് 45 ദിവസത്തിനുള്ളിൽ ഞാനത് പ്രവർത്തിച്ചു തരാം കേട്ടാ. അത് പിന്നെ അവരത് പെട്ട ഇത് കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ നിന്റെ കാര്യങ്ങൾക്ക് ഇതാവില്ല. അതെനിക്ക് മനസ്സിലായിരുന്നു. നീ മംഗല്യം കഴിച്ച ആ പെൺസന്താനത്തിന്റെ പിതാവിന്റെ മണ്ണാണെന്ന് അറിഞ്ഞിട്ട് തന്നെ ആ ചോദ്യം ഞാൻ അങ്ങോട്ട് വെച്ചത്. നീ അവരാതി കൊണ്ട് ഞാനത് വാങ്ങിച്ചു തരാം, തിരിച്ചു വില മാറിത്തരാം, പോരെ? കുറച്ച് മാറ്റങ്ങൾ വന്നാ ഇതിപ്പോ കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. നീ അവരാതിപ്പെടല്ലേ? ഞാൻ നിന്നെ നോക്കാതിരുന്നിട്ടില്ല, നിന്റെ ഭവനം കാക്കാതിരുന്നിട്ടില്ല, നിന്റെ കൂടെ വരാതിരുന്നിട്ടില്ല, നിന്നെ പരിപാലിക്കാതിരുന്നിട്ടില്ല. എന്താ ഒപ്പം ഞാനുണ്ട് നിന്റെ കൂടെ. കാണാനല്ല സമയാണല്ല. ഉണ്ണിയാ ഞാൻ. ഇപ്പൊ നിനക്ക് എന്താ വേറെ കാര്യമാ ചോദിക്കാം? ഉണ്ണിയുടെ നക്ഷത്രം പറഞ്ഞ് പറയാം. ആ ഭവനത്തിന്റെ നല്ല തച്ചനാണ് കൊണ്ടുവന്ന് നോക്കി. ഇത് ഭവനത്തിന്റെ 4 ഭാഗത്തും തൂവളം ചെയ്തു കേട്ടാ. പിടിച്ചു തരണം. 5-8 ദിനം കഴിഞ്ഞാൽ ഞാനിതൊക്കെ തിരിച്ചു പിടിച്ചു തരാം. ഓടിയതും ഓടിച്ചതിനൊക്കെ കഥപ്പ് ശരിയായി, മനസ്സിലായി? നിന്നെ ഓടിക്കുന്നുണ്ടെങ്കിലും പിന്നാലെ ഓടുന്നുണ്ടെങ്കിൽ ദൂരം ശരിയില്ല, മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞതിന്റെ സാരം മനസ്സിലായി. ഞാനതൊക്കെ വാങ്ങിച്ചു തരാം നിനക്ക്. അതിന്റെ അപ്പുറത്തും നിന്റെ കാഴ്ചോട്ടിൽ എത്തിച്ചു തരാം. നിന്റെ സമയമൊന്നും മാറാൻ ആ സമയത്തില്ല. ഇനി വരുമ്പോഴേ അല്ല എന്താ വേണ്ടതെന്ന് ചോദിച്ചാൽ, നീ കറുത്തപത്രക്കാരൻ പറഞ്ഞ് നീ വേണ്ടാത്ത രൂപരാക്കി ഉണ്ടാക്കിയാൽ നീ പോയി കിടക്കേണ്ട വരും. നിന്റെ കയ്യിൽ നിന്ന് ഇന്ന സമയത്ത് വാങ്ങിച്ചെന്ന് രേഖ ഉണ്ടാവണം. ആ അതെങ്ങനെ ഉണ്ടാക്കാം? അങ്ങനെ തൊപ്പിക്കാര് വാക്ക് മാറില്ല. നിനക്ക് എന്താ ഉറപ്പ്? നിനക്ക് തരാന്ന് പറഞ്ഞ വെള്ളി, ഒരു വെള്ളി അവർക്ക് കൊടുക്കാന്ന് പറഞ്ഞാൽ അവര് കീഴ്മേൽ മറിയോ? മനസ്സിലായില്ല?
അപ്പൊ നീ അങ്ങോട്ട് കൊടുക്കാനുള്ള ആള്, അവര് ഇങ്ങോട്ട് കൊടുക്കാനാവില്ല. മനസ്സിലായില്ല? നിനക്ക് 5 വണ്ടി തരാനുള്ളത് ഒരു വണ്ടി ഞങ്ങൾക്ക് തന്നോ, വീതി ഞങ്ങള് കാര്യം നടപടിയാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ ആ കമ്പനിയിൽ എത്തി പിടിച്ചിട്ട് നീ ആ വണ്ടി അങ്ങോട്ട് കൊടുക്കാനുള്ളതാണ്. മനസ്സിലായ കാര്യം? അപ്പൊ തൊപ്പിക്കാരടുത്തും കർത്തോത്രക്കാരടുത്തും അവരുടെ വാക്ക് കേട്ടിട്ട് പ്രവർത്തിക്കാൻ നിന്നാൽ അനർത്ഥം ഉണ്ടാക്കി കൂട്ടുന്ന ഉന്നയുടെ പോകുന്ന രൂപരേഖം കൊണ്ടാകും. വെള്ളാട്ടിന് വരുമ്പോ ഞാൻ പടിപടിയായിട്ട് തല്ലി വാങ്ങിച്ചു തരാം. ഈ വാക്കുവാദത്തിന് പോയാൽ കിട്ടില്ല. കഴിവുണ്ടെങ്കിൽ വാങ്ങിച്ചോളാന്നാ പറഞ്ഞേ, കയ്യൂക്കുണ്ടെങ്കിൽ വാങ്ങിച്ചോളാന്നാ പറഞ്ഞേ അല്ലേ? 2 കാര്യം പറഞ്ഞിട്ടുണ്ട്. കയ്യൂക്കുണ്ടെങ്കിൽ വാങ്ങിച്ചോളാം, സാമർത്ഥ്യം. ആ അത് തന്നെ കയ്യൂക്കെന്ന് ഞാൻ പറഞ്ഞു. ആ ഉണ്ണി പറഞ്ഞ വാക്കൊക്കെ ഒന്നും തന്നെ അർത്ഥമൊക്കെ ഒന്നും തന്നെയാ. നിനക്ക് സാമർത്ഥ്യം കയ്യൂക്കുണ്ടെങ്കിൽ നീ വാങ്ങിച്ചോളാം. സാമർത്ഥ്യം ഇതൊക്കെ ശരിയാണ്, അക്ഷരങ്ങളൊക്കെ ശരിയാ, വാക്കൊക്കെ ശരി തന്നെയാ. അത്രന്നെ പറഞ്ഞു. നീ ആ ഉണ്ണിയുടെ രൂപരേഖ കൊണ്ടുപോകാ. പിന്നെ ഞാൻ പുറത്തേക്ക് പോകാനായിട്ട് അതിന്റെ കാര്യങ്ങളൊക്കെ അപ്പൊ ഇന്റർവ്യൂന് വേണ്ടിയിട്ട് ഹരികൃഷ്ണൻ തിരുവാതിര ഇപ്പൊ വ്യാഴം മാറുള്ളൂ. അത് മാറട്ടെ. അപ്പൊ അത് വരെ നീ ഒരു 11 ദിവസം അച്ഛൻ്റെ ആലയം, നിന്റെ ദേശത്ത് അച്ഛൻ്റെ ആലയത്തിൽ ഒരു കുടം കൊണ്ട് നീ ഒരു കൂവളത്തിന്റെ കാലം ഒരു പാത്രം നെയ്യ് നീ കൊടുത്തേക്കാം. ഇനി എൻ്റെ വെള്ളാട്ടിൽ വരുമ്പോൾ നിന്റെ പുസ്തകത്താല് നിനക്ക് പോകേണ്ട ദിക്ക് ഒക്കെ കൊണ്ടുവരിക. ഭവനത്തിന്റെ 4 ഭാഗത്തിൽ നിന്നുള്ള മണ്ണ് ആ വെള്ളി വാങ്ങിച്ചില്ലേ നിന്റെ സ്വന്തം ബന്ധം എന്ന് പറയുന്നത് പിതാവിന്റെ ആരാ? അച്ഛൻ്റെ ചേട്ടന്റെ മൂത്തം. അതെല്ലാം പുല കുളിക്കുന്ന കാര്യം മനസ്സിലായില്ലേ? അങ്ങേരുടെ ചിത്രം കൊണ്ടുപോകാം, അങ്ങേരുടെ പൂർണ്ണ രൂപം കൊണ്ടുപോകാം. ഞാൻ വഴി ഉണ്ടാക്കിട്ട് കയ്യൂക്കണ്ണെങ്കിൽ വാങ്ങിച്ചോളാൻ. നിന്റെ വെള്ളി വാങ്ങിച്ചിട്ട് വാങ്ങിച്ച് വെച്ചെങ്ങാനും വിലതീരം ചെയ്തിട്ട് നീ കയ്യൂക്കണ്ണെങ്കിൽ വാങ്ങിച്ചോളൂ. എന്റെ കയ്യിൽ ഇന്നാളുള്ളത് കൊണ്ട് നീ വരില്ല എന്നല്ല പറഞ്ഞ്. അതെല്ലാം താരം. ഇത് നിന്നോട് ഞാൻ പറയാതിരുന്നതാ. കയ്യൂക്കണ്ണെങ്കിൽ ഞാൻ വാങ്ങിച്ചോളാം. അങ്ങനെ ഞാൻ അവിടെ നോട്ടെ, ഇവിടെ ഞാൻ മനസ്സിലായില്ല. ഓരോ സ്ഥലത്ത് ഇരിക്കുന്ന ഇരിപ്പിടത്തിനും ചെയ്യുന്ന കർമ്മത്തിനും വ്യത്യാസമുണ്ട്. മനസ്സിലായ? എന്റെ വെള്ളാട്ടിന് ഞാൻ വഴി ഉണ്ടായിത്തരാം. ഞാൻ നടത്തിത്തരാം. പോരെ? 2 നേരം എന്നെ പ്രാർത്ഥിച്ചു. ആ വരട്ടെ, നിനക്ക് അറിയിപ്പ് വരട്ടെ. പോരെ? എന്നിട്ട് ഇനി കളിച്ചാ പോരെ? ഞാൻ പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായില്ല. അറിയിപ്പ് വരാറയ എന്നൊക്കെ വരാ. അത് വരട്ടെ. പോരെ? ആ പെട്ടിക്കാരത്തിരിക്കുന്ന സംഭവല്ലേ, അത് പൊട്ടിക്കണ്ടേ? അന്നല്ല കാര്യമുള്ളൂ. നീ പൊക്കോ, ഞാൻ ആ പൊട്ടിച്ചു തരാം. നിനക്കൊരു ഇരിപ്പിടുണ്ടാക്കി തന്നാ പോരെ? നീ പൊക്കോ. ഇനി എന്റെ വെള്ളാട്ടിൽ കുറച്ച് അന്നം കൊണ്ടുപോവാ, ഞാൻ പൊടിച്ചു തരാം. അവര് പാചകം ചെയ്ത് അന്നം ഇറക്കി വെക്കുമ്പോ അതിനൊരു കുറച്ചിട്ട് അങ്ങനെ 7 താള് കൊടുക്കും കേട്ടോ. തറ കെട്ടിപ്പൊക്കണിങ്ങനെ പൊക്കത്ത് നിൽക്കുന്ന ഭൂമി താഴത്ത് നിൽക്കുന്ന ഭൂമിക്ക് സമമാക്കി കൊണ്ടുവരണം അല്ലേ? ചുറ്റുവട്ടത്തിലുള്ള ഉണ്ണികൾക്ക് കുഴപ്പമില്ല, ഇവർക്ക് വെള്ളിക്ക് വകയുണ്ട്. മനസ്സിലായ? അവര് ചില അധികാരികൾക്ക് വെള്ളി കൊടുത്തിട്ട് തടസ്സം വെച്ചാൽ നീ എന്താ ചെയ്യാന്ന് മനസ്സിലായ? പറഞ്ഞത് വല്ലതും മനസ്സിലായ നിനക്ക്? അതുകൊണ്ട് എനിക്കൊരു കൂര നമയ്ക്കെന്നും പറഞ്ഞ് എന്റെ പേരിലാ മണ്ണ് എന്നും പറഞ്ഞ് മാതാവ് അതിന്റെ അധികാരികൾക്ക് ഒരു കടലാസ് കൊണ്ട് വെക്കാനാ പറഞ്ഞ്. എന്തായാലും നിങ്ങൾക്ക് ആ ദേശത്തെ അധികാര സ്ഥാനത്ത് കടലാസ് കൊണ്ട് കിട്ടാണ്ട് പണിയാൻ പറ്റില്ല. പറ്റൂ? ആ ഉണ്ണി വെള്ളി അറിഞ്ഞാൽ നീ എന്താ ചെയ്യാ? അത് ഭവനം പണിയണേന് അത് തടസ്സം കടലാസ് കൊണ്ട് വാങ്ങിച്ചാൽ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു? അത് തന്നെ ഞാനും പറഞ്ഞേ. മാതാവിന് ഇത്രയും വയസ്സുകാല പ്രായമായി എന്നും പറഞ്ഞിട്ട് കടലാസ് കൊണ്ട് കൊടുക്കാനാ ഞാൻ പറഞ്ഞേ. നിങ്ങൾ 2 പേരുടെ പേരിൽ കൊടുത്താലേ ഇതെന്തിനപ്പോ അവിടെ പൊക്കത്ത് പോയി വാങ്ങിയേ? രോഹിണി നക്ഷത്രം സമയത്ത് നല്ലതാണ്. ഞാൻ തരാം. ഒരു ആയുർദാർത്ഥം പൂജ കഴിക്കുന്ന എന്റെ ദേശത്ത് എന്റെ അച്ഛൻ്റെ ആലയത്തിൽ ആദ്യത്തെ 7 നാളും അവസാനത്തെ 7 നാളും എന്റെ അച്ഛൻ്റെ ആലയത്തിൽ ഒരു കുടം കൊണ്ട് നീര്, ഒരു പാത്രം നെയ്യ്, ഒരു കൂവളത്തിന്റെ ഹാരം മുടക്കം കൂടാതെ കൊണ്ട് കൊടുത്തേക്കാം. ആദ്യത്തെ 7 നാളും അവസാനത്തെ 7 നാളും. മനസ്സിലാവണ്ട? എനിക്കൊരു കാര്യസിദ്ധാർത്ഥം പൂജ മുടക്കം കൂടാതെ കണ്ട് കഴിക്കാം. അത് കൂടാതെ കണ്ട് ഒരു പിടി വെള്ളി തിരത്തൊട്ട് പാദം വരെ കുഴിഞ്ഞുവാനിട്ട് നിനക്ക് വിദ്യ കിട്ടണമെന്നും പറഞ്ഞ് വ്യാഴം പ്രസാദിച്ച് നിൽക്കുന്ന സമയമായതുകൊണ്ട് വിദ്യ കിട്ടണമെന്നും പറഞ്ഞ് അതുകൊണ്ട് വെള്ളി കിട്ടണമെന്നും പറഞ്ഞ് ഞാനിട്ട് വിദ്യ
സ്ഥിരപ്പെടുത്തി തരണം, നല്ലൊരു കർമ്മം കിട്ടണം പറഞ്ഞ് എൻ്റെ വെണ്ണക്കാരൻ, അതായത് എൻ്റെ ഗുരുഭവനപുരിയിലെ വെണ്ണക്കാരന് പൊതിഞ്ഞു വെക്കാം. കർമ്മം കിട്ടിക്കഴിഞ്ഞാൽ ആദ്യത്തെ 30 നാൾ കഴിഞ്ഞ് 32ാമത്തെ ദിനം ഞാൻ അവിടെ ഈ വെള്ളിയും എന്നാലാവുന്നൊരു കാര്യം അവിടെ ചെയ്തേക്കാം. ഒരു പാൽപ്പായസത്തിനും ഒരു തിരുമുടിമാലയ്ക്കും ഞാൻ അവിടെ തന്നേക്കാന്നും പറഞ്ഞ് ഞാനിട്ട് നീ പൊതിഞ്ഞു വെച്ചോ, ഞാൻ വഴി ഉണ്ടാക്കി തരാം. മതിയാ? ആ ദേശത്ത് പോയി അന്വേഷിക്കണം. ആ ഉണ്ണിയുടെ ചിത്രം, ആ ഉണ്ണിക്ക് ബന്ധപ്പെട്ട എന്തെങ്കിലും കടലാസ് കൊണ്ട് നിന്റെ കയ്യിലുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായി. ആ കടലാസ് കൊണ്ടിൽ കൊടുക്കുന്ന അധികാരസ്ഥാനില്ലേ അവിടെ, ആ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഈ ഉണ്ണി സന്താനത്തിന്റെ 4-ാം പടത്തിന്റെ പേര് വെച്ചാ കണ്ടുപിടിക്കാൻ പറ്റൂ? അല്ല, കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ചോദിച്ചോളൂ. നീയല്ലേ വേണമെന്ന് പറഞ്ഞു, ഞാനല്ല. നീ അതിൽ തന്നെ പിടിച്ചിരുന്നോണ്ട കുഴപ്പം. നിന്റെ മാതാവ് വേണ്ടെന്ന് പറയാ, നീ അത് വേണമെന്ന് പറയാ. ഇക്കണ്ട നേരം വരെ, സമയം വരെ അത് തന്നെയായിരുന്നു. പിന്നെ എങ്ങനെയാ നടപടിയാവുക? നീ അത് വേണമെന്ന് പറയാ, നിന്റെ മാതാവ് അത് വേണ്ടാന്ന് പറയാ, പിന്നെ എന്ത് ചെയ്യുന്നു? ഞാനെന്താ ചെയ്യണ്ടേ? ഇപ്പൊ നീ വേണ്ടാന്ന് പറഞ്ഞു, ഇതുവരെ അങ്ങനെയല്ല. കുറച്ചു ദിനം മുമ്പ് വരെ വന്നപ്പോ നിനക്ക് അത് വേണമെന്ന് തന്നെയാ നീ പറഞ്ഞു, അല്ലേ? എന്റെ മാതാവിനൊന്ന് സമ്മതപ്പെടുത്തി അത് വേണമെന്ന് പറഞ്ഞു. ഞാൻ എന്താ പറഞ്ഞു? നീ അതൊന്ന് ആ ഇരിക്കുന്ന ദിക്കൊന്ന് അന്വേഷിച്ചിട്ട് വരാൻ പറഞ്ഞു, അല്ലേ? നീ അന്വേഷിച്ചില്ല, അല്ലേ? കുറ്റം നിന്റെ പേരിലില്ല, ഒക്കെ നിന്റെ പേരിൽ തന്നെയാ, അല്ലേ? എന്നിട്ട് ഇന്നൊരു പൊരുള് വേണമെന്ന് ഒരു ഔഷധക്കാരന്റെ ആസ്ഥാനത്ത് പോയിട്ട് അങ്ങേര് ദേഹപരിശോധനയൊക്കെ നടത്തി കുറിപ്പിൽ ഇത്ര ദിവസത്തേക്ക് ഇന്ന ഔഷധം കഴിക്കണം എന്നും പറഞ്ഞ് അത് നീ വാങ്ങിച്ച് ഭവനത്തിൽ കൊണ്ടുവന്ന് വെച്ചാൽ കഴിച്ചാലല്ലേ മാറുള്ളൂ, അല്ലേ? അതറിയാൻ വേണ്ടി വഴി പറഞ്ഞിട്ട് കാര്യ. നീ വന്നിരുന്ന് കാണിട്ട് ഇങ്ങനെ പറഞ്ഞു ഇത് എന്നെ കാണാമെന്ന് ഉണ്ണികൾ എന്താ വിചാരിക്ക? അല്ല, എന്താ വിചാരിക്കാന്ന്? ഇവിടെ വന്നിട്ട് കാര്യങ്ങളൊന്നും നടക്കണില്ല. അപ്പൊ പിന്നെ അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല എന്നല്ലേ നിശ്ചയിക്കാം? അത് ഇപ്പോഴൊന്നല്ല, അത് പണ്ട് കാലത്ത് തൊട്ടുള്ളത് തന്നെയാ. നീ ഇങ്ങനെ തന്നെ നിന്ന് പോണം. അത് തന്നെ ഞാനും പറഞ്ഞുള്ളൂ. നീയേ നിന്നെ ഈ മണ്ണിൽ നിന്ന് കളയണം. അത് ഇപ്പോഴൊന്നല്ല, നീ പിറന്നു വീണ് 5 വയസ്സ് കാലം പ്രായം തൊട്ടുള്ളതാ. നിന്റെ മാതാവിനോട് ചോദിക്കുക, അത്ര നല്ല കൂടപ്പുറപ്പുകളാ. ഈ കഥയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പോയി ഉണ്ണി പോയി മണ്ണിനോട് ചേർന്നു, കാലം കുറെ. മനസ്സിലായ? അതിനെ ഞാനും പറഞ്ഞു, ഇതൊന്നും ഇപ്പോൾ ഉള്ളതല്ലാന്ന്. മനസ്സിലായില്ല? നീ ഇനി പോണ സ്ഥലം ഒരു സ്ഥലത്തും ഒരു ഉണ്ണിയോടും പറയണ്ട. മനസ്സിലായ? നീ പറഞ്ഞിട്ട് പോകും, അവരതിന്റെ അപ്പുറത്ത് മരുന്ന് നിനക്കുള്ളത് തരും. ആര്? ചെല്ലണ ഉണ്ണികളല്ല. അവര് വിളിച്ചു പറയും ഈ വക ആൾക്കാരോട്. അപ്പൊ അവരതിനു വേണ്ടി തടസ്സം ചെയ്യും. മനസ്സിലായ? അപ്പൊ അതിന് പോവാണ്ടിരിക്കും. അപ്പൊ ഞാൻ വഴി ഉണ്ടാക്കി തരാം. ഒരു ദിക്കിൽ പോകുമ്പോൾ പറഞ്ഞിട്ട് പോണ്ട നിന്നെ ദിക്കിലേക്കാ പോണേ. മനസ്സിലായ? ഞാനിനി വരുമ്പോ ഒരു ചെമ്പോലത്തെ തരാം, അവിടെ വെച്ചു. അല്ല, ഒരു ചെമ്പോലത്തെ തരാൻ അതവിടെ വെച്ചോളാം. ഇനി വരുമ്പോ അതിന്റെ തിരുമുമ്പിന് ഒരു നുള്ള മണ്ണും കൊണ്ടുപോരെ. നീ ഇപ്പൊ പറഞ്ഞല്ലോ പരിശോധനയ്ക്ക് ഇരിക്കുന്ന സ്ഥലം, അതിന്റെ തിരുമുമ്പിൽ ഒരു നുള്ള മണ്ണ് കൊണ്ടുപോരെ. ഒരു മുക്കണന അതിന്റെ ഉള്ളൊക്കെ ഒഴിഞ്ഞു കൊണ്ടുപോരെ. ഒഴിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് കയറരുത്. മനസ്സിലായില്ല? ഒരു മുക്കണ്ണനെ ഒഴിഞ്ഞു കൊണ്ടുവരാം. ഒഴിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് കയറരുത്. ഇതാ പോയിട്ടോ, ഞാൻ പോയിണ്ടായി. മനസ്സിലായില്ല? നിനക്ക് അങ്ങോട്ട് പോകാനുള്ള കടലാസ് കൊണ്ട് വന്നു എന്ന് പറഞ്ഞു. മനസ്സിലായില്ല? നീ ആ പറഞ്ഞ ഭാഷ എനിക്കറിയില്ല. എന്നിട്ട് വന്ന ആ കടലാസ് കൊണ്ട് നീ ഇപ്പൊ പറഞ്ഞത് വന്നു എന്നും പറഞ്ഞു. വെള്ളി നീ അങ്ങനെ അല്ലല്ല പറഞ്ഞു. അത് വന്നു, അത് കഴിഞ്ഞ് വെള്ളി കൊടുക്കാൻ എൻ്റെ കയ്യിൽ പാകണ്ടായില്ല. അത് നിന്നില്ല, അതിന്റെ മറുഭാഷയല്ല ഞാൻ പറഞ്ഞത്. വെള്ളി അല്ലേ? നീ പറഞ്ഞു നിനക്കെന്താ വേണ്ടേ?
പുരുഷന്റെ നക്ഷത്രം എന്ന് പറയുന്നത് നിന്റെ തിരുവോണം രണ്ടുപേരുടെ സമയം നല്ലതാണല്ലോ. സന്താനത്തിന്റെ പേർ പിന്നെന്താ കുഴപ്പമില്ല. നീ കർമ്മത്തിന് പോണത് ആരെങ്കിലും ഇഷ്ടക്കുറവുണ്ടോ? നിന്റെ കെട്ടിടിപ്പിച്ചു കൊണ്ടുപോയ സ്ഥലത്ത് ഞാൻ ചോദിച്ചത് നിന്നോട് 6 കടന്ന് പോണ്ട, ഇവിടുത്തെ എന്തെങ്കിലും കർമ്മങ്ങളായിട്ട് മതി എന്ന് പറഞ്ഞിട്ടുണ്ടാ. നിന്റെ പുരുഷനോ അവിടുത്തെ ആരെങ്കിലും മാതാവോ പിതാവോ ആരെങ്കിലും ആയിക്കോട്ടെ. അത് തന്നെയല്ല ഞാനും ചോദിച്ചത്. ഈ കഥ തന്നെ ഞാനും ചോദിച്ചത്. നീ 6 കടന്ന് പോവാൻ അതെല്ലാ കടലാത്തുണ്ടലൊക്കെ ശരിയായതാ, മനസ്സിലായ? അവര് അത് തന്നെ ഞാനും പറഞ്ഞു. അപ്പൊ പിന്നെ എങ്ങനെയാ? അതെല്ലാം പറഞ്ഞു ഈ ഉണ്ണിക്ക് പോകാനുള്ള കടലാത്തുണ്ടലൊക്കെ ശരിയായതാണ്. അപ്പൊ അവര് പോയിട്ട് അത് വേണ്ടാന്ന് പറഞ്ഞതാ, മനസ്സിലാവണ്ട? നിന്റെ ഭവനത്തിലും നിന്റെ പുരുഷനടക്കം മനസ്സിലായ ഉണ്ണേ? ഞാൻ പറഞ്ഞു സമയത്ത് നല്ലതായിരുന്നു, പോണ്ടതായിരുന്നു. അതായിക്കോട്ടെ, അത് തന്നെ ഞാനും പറഞ്ഞോളൂ. ഈ കർമ്മം കിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, മനസ്സിലാവണ്ട? എന്തിനാ കർമ്മം എന്നാ ചോദിക്കണേ? അവര് തന്നെ ഈ കണ്ട കാലം തൊട്ട് മുടക്കം ചെയ്തതും പ്രാർത്ഥന വെച്ചതും അവര് തന്നെയാ, മനസ്സിലായ? നിന്റെ പുരുഷന് നീ ദേശം വിട്ട് പോണത് ഇഷ്ടമില്ല. സംശയം ഉണ്ടോ നിന്നെ? എന്തോ ഉണ്ണികൾക്കുള്ള വിഷയമാണ് ഞാൻ പറഞ്ഞേ. അതെനിക്ക് മനസ്സിലായി. അപ്പൊ ആ ദേശത്തെ കാര്യങ്ങൾ അറിയാം, മനസ്സിലായ? അപ്പൊ ഇനി എന്റെ പെൺസന്താനം വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്താവും എന്നുള്ള ചിന്തയാണ്. അപ്പൊ ഇനി എന്താ വേണ്ട കഥ പറഞ്ഞു? നിന്റെ പുരുഷന് പോണ്ടെന്ന് പറയുമ്പോ പിന്നെ നീ 3 പേർ കൂടി പോണെന്ന് പറഞ്ഞാൽ എങ്ങനെയാ നടപടിയാവുക? നിന്നെ കൊണ്ടുപോകാൻ നിശ്ചയുണ്ടോന്ന് ചോദിച്ചു. അത് കഴിഞ്ഞാൽ നിന്നെ കൊണ്ടുപോകുന്നു, ഉറപ്പുണ്ടാ? അപ്പൊ പിന്നെ എങ്ങനെയാ നീ 3 പേരും കൂടി കൊണ്ടുപോകാന്ന് പറഞ്ഞാ എന്താ? ഞാൻ അങ്ങനെയാണെങ്കിൽ എന്തോരം നീളെ കടത്തി കൊടുക്കണം? എനിക്ക് തന്നെയല്ല വില്യം വേല, വേറെ 1008 വില്യം വേലുള്ള ആളാ ഞാൻ. എനിക്ക് മാത്രം കൂടുതൽ വില്യം വേലുള്ളൂ. നീ 3 പേരെ കടത്തി തരണം പറഞ്ഞാൽ നിന്റെ പുരുഷന് നിന്നെ കൊണ്ടുപോകാൻ ഇഷ്ടമില്ല, നിന്നെ പറഞ്ഞയക്കാൻ ഇഷ്ടമില്ല. പിന്നെ എന്ത് ചെയ്യും? അല്ല, നീ വില്യം വേലയ്ക്ക് പോണത് ഇഷ്ടമില്ലാന്ന് അപ്പൊ കഴിഞ്ഞില്ലേ കഥ? മനസ്സിലായില്ലേ? നല്ല നല്ല കാര്യങ്ങളൊക്കെ വന്നതല്ലേ. അതൊക്കെ പ്രാർത്ഥന വെച്ച് മുടക്കിയതും വേണ്ടാന്ന് പറഞ്ഞതും പറയിപ്പിച്ചതും അവര് തന്നെയാ. നീ പോയി കഴിഞ്ഞ് കാര്യം പറഞ്ഞു വരും, നിന്നോട് ചെല്ലാൻ പറയും. അവര് പോയി കഴിഞ്ഞിട്ട് അവിടെ ചെന്ന് ഞാൻ ആളെ പറഞ്ഞയക്കണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ നിന്നെ കയറ്റും അവിടെ. ഇത് തന്നെ ഉണ്ടായിട്ടുള്ളൂ. പ്രത്യേകിച്ച് നിന്റെ മാതാവില്ലേ, മാതാവിന് നീ പോണത് ഇഷ്ടമില്ല. അത് എങ്ങനെ ജീവിച്ച കണക്കൊന്നും എനിക്കറിയണ്ട. ഞാൻ പറഞ്ഞ കാര്യം പറഞ്ഞത്. നിന്റെ ഭവനം എന്റെ അട്ടക്കാരൻ കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ടോ? നിന്റെ വീട് കണ്ടിട്ടുണ്ട് എന്റെ അട്ടക്കാരൻ? ആദ്യമായിട്ടല്ലേ ഉണ്ണിനെ കണ്ട അല്ലേ? ഇത്രയും കഥ ഞാൻ പറഞ്ഞില്ലേ? ഇപ്പൊ മനസ്സിലായത്? അപ്പൊ നിന്റെ ഭവനത്തിൽ ആർക്കും നീ ഈ ദേശം വിട്ടു പോണതും വില്ലും വേലയ്ക്ക് പോണതും ഇഷ്ടമില്ല. ഇനി പറ നീ എന്താ വേണ്ടത്? കാര്യം ചെയ്യുന്ന ആസ്ഥാനത്ത് അല്ലേ? അതിന് നിനക്ക് പരിചയമുണ്ട് അല്ലേ? അവിടെ നിനക്ക് കർമ്മം 2 സ്ഥലത്തും ഞാൻ വാങ്ങിച്ചു തന്നതാ, ഞാനല്ല. നിന്റെ സമയം കൊണ്ട് വ്യാഴം പ്രസാദിച്ചു നിൽക്കൊണ്ട് കിട്ടിയതാ. നിന്റെ മാതാവും നിന്റെ മിന്നുകെട്ടി ഉണ്ണിയും സമ്മതിക്കില്ല. അപ്പൊ ഇനി എന്താ വേണ്ടെന്ന് കഥ പറഞ്ഞു. ഇനിയിപ്പോ അതല്ല പറഞ്ഞല്ലോ, കിട്ടുന്നതാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഏത് ഉണ്ണികൾക്കും കർമ്മം കിട്ടിയല്ല എന്നെ പോലുള്ള കരുക്കൾക്കൊരു ദീപത്തിനുള്ള വെള്ളി തരുള്ളൂ അല്ലേ? ആ ഉണ്ണി സന്താനത്തിന്റെ മാതാവിനും അതുപോലെ തന്നെ ആ പുരുഷനും ഉണ്ണി കർമ്മത്തിന് പോണത് ഇഷ്ടമില്ല എന്ന് പറയുമ്പോ പിന്നെ കർമ്മം കിട്ടണം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയല്ല 10 പ്രാവശ്യം പറഞ്ഞത് ഞാൻ നിന്നോട്. എന്നിട്ട് ഞാനൊരു വസ്തു തരാം. അത് ഒരിത്തിരി അന്നം കൊണ്ടുവരുമോ ഭവനത്തിൽ നിന്ന്?
എന്തുട്ടാ എന്നാന്ന് പറഞ്ഞു? ആ അത് കൊണ്ടുവരും, ഞാനത് ജപിച്ച് തരാം. അത് കൊണ്ട് അന്നിട്ട് വെക്കുന്ന കുടത്തിനകത്ത് വെച്ചിട്ട് അവർ കഴിക്കട്ടെ. അവരുടെ മനസ്സ് മാറട്ടെ. മനസ്സ് മാറാത്തടത്തോളം നിനക്ക് എത്രയൊക്കെ നല്ല നല്ല കാര്യങ്ങൾ വന്നാലും എന്നെ പറഞ്ഞയക്കില്ല. പിന്നെ എന്നെ വെറുതെ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം മതി. അല്ലാണ്ട് നീ മധു സേവിക്കണോണ്ട് എനിക്കൊരു കുഴപ്പമില്ല. നിന്നെ പോലുള്ള ഉണ്ണികൾ മധു സേവിച്ചാലേ എനിക്ക് മധു കിട്ടുള്ളൂ. അപ്പൊ ഒരു ഉണ്ണികളോട് മധു നിർത്താൻ ഞാൻ പറയില്ല, വേറെ എന്തൊക്കെ നിർത്തിയാലും. അപ്പൊ ഇത് പറഞ്ഞു നിർത്തല്ലേ, നിർത്തല്ലേ, നിന്റെ സന്താനങ്ങൾ ചേർത്ത് നിർത്തി. ചേർത്ത് നിർത്തിക്കോ, അതിനൊക്കെ വഴിയുണ്ട്. അതുകൊണ്ടാ നിന്റെ സന്താനങ്ങളെ ഞാൻ പറഞ്ഞോളൂ അല്ലേ. മാതാവിനും വിളിച്ചു. സത്യം പറഞ്ഞു ഇന്ന് തൊട്ടിനില്ല മധു. ഞാൻ ജന്മം നൽകിയ സന്താനമാണ്, എൻ്റെ മാതാവാണ് സത്യം. ഇന്ന് തൊട്ട് മധു ഇല്ല, മധുസേവില്ലാന്ന്. ഉറപ്പണ? അത് സത്യം പറഞ്ഞിട്ട് തീർത്തോ. ഇതോടുകൂടി തീരണം. ഇത് കഴിച്ചിട്ട് അവസാനിപ്പിക്കണം. ഇത് കഴിച്ചിട്ട് അവസാനിപ്പിക്കണം. മനസ്സിലായില്ല? അതങ്ങനെയാണ്. നിനക്ക് ഉള്ളിലേക്ക് തന്ന ഔഷധം ഇതുകൊണ്ട് തന്നെ ഇറക്കണ്ടേ എനിക്ക്. അതാണ് ഇത് കഴിച്ചിട്ട് അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞത്. അല്ലാണ്ട് നീ മത്സരത്തിൽ എനിക്കൊന്നും കിട്ടാനില്ല. എൻ്റെ ആട്ടക്കാരൻ സേവിക്കില്ല. അപ്പൊ ഞാനൊരു ഉണ്ണിയോട് സേവിക്കാൻ പറയില്ല. സേവിക്കാൻ പറഞ്ഞാൽ എനിക്ക് കൊണ്ടുവന്നില്ല. അപ്പൊ വേണ്ടില്ലേ നീ പറഞ്ഞു പറഞ്ഞേ തീർത്തോ. തീർത്തോ. ഇത് കഴിക്കണം. ഇത് കഴിക്കാണ്ട് പറ്റില്ല. നിന്റെ ഉദരത്തിലേക്ക് തന്ന വിഷകാനി ഇതില്ല. അതുകൊണ്ട് തന്നെ അതങ്ങനെ പോണം. അല്ലാണ്ട് നീ സത്യം പറഞ്ഞു നിന്നെ കൊണ്ട് സത്യം പറയിപ്പിച്ചല്ലേ. അതിന് കാര്യമുണ്ട്. അതുകൊണ്ടാ. അല്ലാണ്ട് ഇപ്പൊ നീ എനിക്ക് ഒരു ഉണ്ണികളെയും നിർബന്ധപൂർവ്വം ഇത് സേവിപ്പിക്കേണ്ട കാര്യമില്ല. അതെ, അങ്ങനെ തന്നെ പോണം. ഇത് തരട്ടെ, തരട്ടെന്ന്. ഇത് സേവിക്കന്നെ വേണം. നീ ഇത് കഴിക്കണം. നാമോദയം പറയും. എന്റെ ചങ്ങാതിമാരുടെ പേര് പറഞ്ഞു. നീ ഇതിന് വട്ടം കൂടുന്ന ചങ്ങാതിമാര് പേര് മീതൊന്നും വേണ്ട. കഴിക്കാത്ത ഉണ്ണിയായിരുന്നു ഇപ്പൊ തുടങ്ങി. കഴിക്കാത്ത ഉണ്ണിയായിരുന്നു ഇപ്പൊ. സന്താനങ്ങൾ നിന്റെ പത്നിനെയും നിന്റെ മാതാവിനെയും ഞാൻ വിളിച്ചു നിർത്തിയത് മനസ്സിലാവണ്ട. അത് കൂടാക്കണ്ട്. നിന്റെ സമയം നല്ലതില്ല, അല്ലെങ്കിൽ നീ വീണാന. ആദ്യം തന്നെ ആ നാഗസങ്കല്പയുടെ കരക്കുള്ള ആസ്ഥാനത്ത് പാമ്പ്, പുറ്റ്, മുട്ട വസ്തുക്കളടക്കം കൊണ്ടു കൊടുക്കുക 7 നാളത്തെ വ്രതശുദ്ധി. അത് കഴിഞ്ഞിട്ടേ ഒരു പച്ചപ്പൊട്ട് ചന്ദ്രകല, 5 കോഴിമുട്ട, ഒരു പുരുഷ പ്രതിമ, ഒരു സ്ത്രീ പ്രതിമ. മനസ്സിലാവണ്ട. ഇത് കൊണ്ട് ചേരമാന്റെ ആസ്ഥാനത്ത് കൊണ്ടുപോകും. അത് കഴിഞ്ഞിട്ട് ഒരു മുക്കണ്ണനുള്ളിൽ ആ വഴിക്ക് തന്നെ എൻ്റെ കാളിയുടെ ആസ്ഥാനത്ത് പോയിട്ട് വന്നേക്കും. നാഗസങ്കല്പയുടെ കരുക്കളോട് പറഞ്ഞേക്കും ഞാൻ അറിയാതെ കണ്ട് ചെയ്തതാണ്. ഏതെങ്കിലും മുന്നി ചെയ്യാ ഉണ്ണി, ഏതെങ്കിലും മുന്നി ചെയ്യുന്നു. നിന്റെ കർമ്മം പ്രവർത്തിക്കുന്ന ആ വൃക്ഷലതാദികൾ മുറിച്ച് വെട്ടിപ്പണിയുന്ന ഒരു ഉണ്ണിയും ചെയ്യില്ല. അവരിരിക്കുന്ന കാവില് പോയിട്ട് അവര് വിളയാടുന്ന, അവരഴഞ്ഞു നടക്കുന്ന മരം നിനക്ക് മുറിക്കേണ്ട കാര്യം എന്തുണ്ടായി? അപ്പൊ നിന്റെ സമയം നല്ലത്, നിന്റെ പിണിയാറ് സന്താനത്തിന്റെ ഒക്കെ സമയം നല്ലത് കൊണ്ടാ. അല്ലെങ്കിൽ ഉണ്ടല്ല. മനസ്സിലായ? ഇതെന്താ? ഒന്ന് വായിക്കോ. എന്താണ് പറഞ്ഞു? കഥ പറഞ്ഞു. കഥ പറഞ്ഞു. ഈ ഉണ്ണി എന്നോട് കഥയൊന്നും പറഞ്ഞിട്ടില്ല. തുടക്കം കുറിച്ച് വെച്ചിട്ടുള്ളൂ. മീതൊക്കെ ഞാൻ പൂജാതി കർമ്മത്തിന് എൻ്റെ ഭവനത്തിൽ, എൻ്റെ ആസ്ഥാനത്ത്, എൻ്റെ കുറവൻ്റെ അടുത്തും പുറത്തിലെത്തി നിന്നപ്പോൾ മീതുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. പറഞ്ഞു എന്താ കാര്യം? എന്താന്നാ ചോദ്യം?
പ്രായം വരെ ഇരിക്കില്ല, ഇരിക്കും ഇല്ല. നിനക്കും ഇതേപോലെ ഒരു കാലം വരുന്നൊരു കാലുണ്ട്, മനസ്സിലായില്ല? അത് ചിന്തിച്ചാ മതി. ആ ഒരു കാര്യത്തിനാണോ തർക്കണ്ടായേ? അപ്പൊ പിന്നെന്താ കുഴപ്പം? സന്തോഷത്തിലല്ലേ രണ്ടുപേരും പോണേ. ഞാനെന്താ പറഞ്ഞേ? തല്ലുകൂട്ടുണ്ടാവാൻ പാടില്ല, ഇണക്കങ്ങളും പിണക്കങ്ങളും വേണം. അതാണ് ഭവനം. ഇണക്കം പിണക്കം വേണമെന്ന് മനസ്സിലായി. എപ്പോഴും സന്തോഷിച്ചിരിക്കാൻ പാടില്ല. ആ പത്നിയായാലും പുരുഷനായാലും ഇണക്കങ്ങളും പിണക്കങ്ങളും വേണമെന്ന്. എന്നാൽ ഇണങ്ങുമ്പോഴാണ് പിണങ്ങുമ്പോഴാണ് ഇണങ്ങാനായിട്ട് ഒരു മനസ്സിനകത്ത് ഒരു വെമ്പലുണ്ടാവുള്ളൂ, മനസ്സിലായില്ല? പിണങ്ങിരിക്കുമ്പോഴൊന്നും ആ ഉണ്ണിനെ കാണാനായിട്ട് കൂടുതലും മനസ്സിനകത്ത് ഒരു വെമ്പലുണ്ടാവുള്ളൂ. അപ്പൊ പിണങ്ങിരിക്കണം തന്നെ ഞാൻ പറയും. ഇത്തിരിയൊക്കെ പിണക്കം ഉണ്ടാവുള്ളൂ, അത് നീണ്ടു പോകാൻ പാടില്ല. അപ്പൊ മനസ്സിലായി. ഇത് പറയാൻ വേണ്ടി നിന്നെ കൊണ്ടുവരണം എന്ന് പറഞ്ഞു, മനസ്സിലായി? നീ പണങ്ങിരിക്കുമ്പോ നീണ്ടു പോകുമ്പോഴേ ഉണ്ണിക്ക് വേവലാതി ഉണ്ട്, മനസ്സിലായില്ല? ഈ ഉണ്ണിക്ക് നിനക്ക് ഈ ഉണ്ണി മാത്രമല്ലേ ഉള്ളൂ, അല്ലേ? അപ്പൊ എന്ത് വേണം? എന്തുണ്ടെങ്കിലും പരസ്പരം പങ്കുവെച്ചേക്കണം, മനസ്സിലായില്ല? അണ്ണൻ മാത്രല്ല, എന്ത് നടന്നതുണ്ടെങ്കിലും പരസ്പരം പങ്കുവെച്ചേക്കണം, മനസ്സിലായില്ല? ഇനി സന്ദേഹം ഉണ്ടാവും ഉണ്ണിനെ, സന്ദേഹം തോന്നും, സംശയം തോന്നുന്നുണ്ടോ? അല്ല ഉണ്ടോന്നാ ചോദിച്ചോളൂ. അത് എവിടുന്നാ വന്ന ഉണ്ണി? ആ ഒരു വടി കൊണ്ടോ, ചമ്പൂരത്തൊക്കെ കൊണ്ടോ. ആളതിലേക്ക് മുഴുവനും ചേർന്നിട്ടില്ല. ഇല്ല, പലതവണ എനിക്ക് അതൊന്നും വിശ്വസിക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല. നീ അങ്ങനത്തെ ഉണ്ണിയാണെന്ന് നിന്റെ പിണിയാളൻ അങ്ങനത്തെ ആണെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ അങ്ങനെ പറയുന്ന ഉണ്ണിയല്ല. എല്ലാം പറഞ്ഞിട്ട് തന്നെ ഒരു ഉണ്ണിയോട് ഒരു ചോദ്യം, ഒറ്റ ചോദ്യം ഒരു ഉത്തരം പറഞ്ഞ് നിർത്തുള്ളൂ, മനസ്സിലായില്ല? കഴിഞ്ഞതൊക്കെ മറക്കൂ. ഇനി അങ്ങനെ ഒരു കാര്യത്തിന് ആ ഉണ്ണി പോകണമെങ്കിൽ അതിനുള്ള പണി ഞാൻ കൊടുത്തേക്കാം. മതിയാ? സമ്മതിച്ച അത് രണ്ടുപേരും കൂടി പിടിച്ച് കയ്യിൽ വെച്ചു. സത്യം പറഞ്ഞു. ഇനി തല്ലൂടാൻ പാടില്ല. ഇനി തല്ലൂടിയ നിന്നെ ഞാൻ അടപടല കൂട്ടും, മനസ്സിലായില്ല? നിനക്ക് വ്യാപാരം ഉണ്ടാക്കി എന്റെ വാഹനത്തിന് വിറ്റ് വില മാറില്ല നിനക്ക് കർമ്മം. ഞാൻ അതിന് നിനക്ക് കൂട്ടു നിൽക്കണത്. എന്റെ വാഹനത്തിന് കത്തിവെക്കാൻ കൊടുക്കുന്ന കർമ്മത്തിനാണ് നിനക്ക് കൂടുതൽ, അല്ലേ? എന്നിട്ട് ഞാൻ നിനക്ക് കൂട്ടുന്നത് വ്യാപാരം ഉണ്ടാക്കിയാൽ നിന്നറിയും. എന്നെ പരിപാലിക്കണം, ഭവനം നോക്കണം, നിന്റെ മാതാവിനെ. അത് തന്നെ ഞാനും പറഞ്ഞേ. അതറിഞ്ഞിട്ട് തന്നെയല്ല പറച്ചില്ല. ഇതൊന്നും മൂടി വെച്ചിട്ടില്ല, പറച്ചിലില്ല. ഇനി തല്ലോട്ടുണ്ടാവില്ല. സന്തോഷല്ലേ? പിന്നെ എനിക്കൊരു കാര്യം കൂടെ ഉള്ള ആള് ഞങ്ങൾ രണ്ടുപേരും കൂടി കച്ചവടം ചെയ്യും. അപ്പോൾ ആളൊന്നും എന്തിനാൾ ഈ നേരം വരെ കുഴപ്പമില്ല നിനക്ക്? ഇതിൽ മുമ്പ് ചേർന്ന ഉണ്ണികളമാരല്ലല്ലോ. ഒരു അവൻ അടുത്തോട്ട് നമുക്ക് എതിർപ്പായിട്ടില്ല. അപ്പോൾ അവൻ കച്ചവടത്തിലാണ്. ഇനി വരുമ്പോഴേ ആ ഉണ്ണിസന്താനത്തിന്റെ പേരും ആ ഉണ്ണിസന്താനത്തിന്റെ ഭവൻ അറിയില്ലേ നിനക്ക്? ഒരു വെള്ളി നാണയം തരാം. നീ അടുത്ത കർമ്മത്തിന് വരുമ്പോൾ ഒരു മധു, ഒരു കോടിയാട്, ഒരു പാത്രം, നിന്റെ ഭവനത്തിന്റെ 4 ഭാഗത്തിരുന്നുകൊണ്ട് മണ്ണ്, 2 പേരുടെ ചിത്രം കൊണ്ടുപോവാ. 2 പേരുടെ ചിത്രം ആരെയാ? അതല്ല, അത് വേറെ. നിങ്ങളുടെ 2 പേരുടെ ചിത്രം കൊണ്ടുവരാൻ. ആ തല്ലോട്ടം നിർത്തിട്ടാ ഇന്നത്തോടി കഴിഞ്ഞു. നാമോദം പറയണേ. മനസ്സിലായില്ല? കണക്കിൽ ഇത്തിരി പിന്നാക്കാം, നീ കണക്കിത്തിരി മുന്നാക്കാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു കണക്ക് തെറ്റാതെ കണ്ട് എഴുതി വെച്ചോ. അത് തന്നെ ഞാനും പറഞ്ഞത്, മനസ്സിലായില്ല? നീ കണക്കിൽ ഇത്തിരി പിന്നാക്കാന്ന്. അപ്പൊ വെള്ളി എണ്ണി വാങ്ങിക്കുമ്പോൾ കൊടുക്കുമ്പോ ഈ ഉണ്ണിനെ കൊടുക്കും. അത് തന്നെ ഞാനും പറഞ്ഞത്, നീ കണക്കിൽ ഇത്തിരി പിന്നാക്കാന്ന് എനിക്കറിയാം, മനസ്സിലായി? എന്റെ വെള്ളിക്ക് ഞാൻ കണക്ക് പറയുന്ന ആളാ. അപ്പൊ വെള്ളി കൊടുക്കുമ്പോൾ വാങ്ങുമ്പോൾ ഉണ്ണി പോകും, മനസ്സിലായില്ല? എന്റെ എണ്ണി ചിട്ടപ്പെടുത്തി വാങ്ങിച്ചു, എന്നിട്ട് അതിലൊരു വിഹിതം വാങ്ങിച്ചു, മനസ്സിലായില്ല? ഇല്ലാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ആ ഉണ്ണി നിന്നോട് പാങ്ങും പറ്റായിട്ട് നിൽക്കണില്ല എന്നും പറഞ്ഞില്ല. ഏറെ ചേർന്ന് നിന്നിട്ടുണ്ട് ഈ നേരം. എന്റെ പോത്തിന്റെ വ്യാപാരമില്ല, അപ്പൊ അതിന്റെ ചെറിയൊരു സ്വഭാവം നിനക്കുണ്ട്, ഇല്ലേ? ചെറുപ്പാക്കി തരാൻ പോകും.
പൊക്കോ. നിലത്ത് വീടരുത്, ആരും കാണിച്ചു കൊടുക്കരുത്. നാലാക്കി മടക്കി വെച്ചു എഴുതി കാണിട്ട് എൻ്റെ അധികാരികളോട് ഞാൻ പറഞ്ഞേക്കാം. അല്ലെങ്കിൽ കൊടുക്കുന്നതിന് മുമ്പ് ആ ദിക്ക നിശ്ചയിച്ച് കടലാസത്തിൽ എഴുതിയിട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞ ഉണ്ണിയുടെ പേര് അല്ലെങ്കിൽ ആ ദേശം ഇതൊക്കെ എഴുതി കാണിച്ച് 11 വെള്ളി ഒഴുങ്ങി വെച്ചിട്ട് എൻ്റെ കർമ്മത്തിന് വരുമ്പോൾ കൊണ്ടുവരാം. മനസ്സിലാവണ്ട. ഇപ്പൊ ഞാൻ നടത്തിത്തരാം. ഇപ്പൊ അവിടെ കോലാഹലം നടക്കാം. അപ്പൊ എങ്ങനെ നടപടിയാവുക? വെള്ളി നോക്കിയിട്ട് കൊടുത്താൽ മതി. മനസ്സിലായ? നീ വായിക്കണ്ട അതെന്തെങ്കിലും കടലാസുകളൊക്കെ അറിഞ്ഞപ്പോ അവിടെ ഏത് നേരത്തും നിർത്താം. ഏത് ഒരു ദേശത്ത് നിന്ന് ഒരു ഉണ്ണി വരണ്ടെന്ന് പറഞ്ഞാൽ നിർത്താം. നീ വെള്ളി കൊടുത്തു കഴിഞ്ഞപ്പോ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. മനസ്സിലായ? ഉണ്ണി എത്ര വെള്ളി ചോദിച്ചിട്ടുണ്ട്? ആ ഉണ്ണി നീ അവിടെ ഇരുന്നോ? നീ പറഞ്ഞ ദേശത്തേക്ക് പോകാൻ 1.5 വെള്ളി ചോദിച്ചിട്ടിരിക്കുന്ന ഉണ്ണിയാ. അതിനോടൊപ്പം ഞാൻ നിന്നെ വിളിച്ചതിന്റെ കാര്യം മനസ്സിലായ? ആ ഉണ്ണി ആ ദേശത്തേക്ക് തന്നെ. ഞാൻ എന്താ പറഞ്ഞേ? ഇപ്പൊ 2 ദേശങ്ങൾ തമ്മിൽ വാക്കുവാദം നടക്ക, വെട്ടും കൊലേ. അപ്പൊ നീ വെള്ളി കൊടുത്തിട്ട് 14 വെള്ളി വേണം. വേണം അല്ല ചോദിച്ചതാ. അല്ല ഈ 2 ഉണ്ണികളും പറഞ്ഞ കണക്ക് ശരിയാണെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. അപ്പൊ വെള്ളി കൊടുക്കുമ്പോ നോക്കിക്കോ. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ട് വെള്ളി കൊടുത്തെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ ആ ദേശത്ത് കുഴപ്പങ്ങളാ. ഏതാ അവര് വെള്ളി കിട്ടി കഴിഞ്ഞിട്ട് ഇനി ഒരു അറിയിപ്പുണ്ടാവാം. ഇപ്പൊ അവിടുത്തെ കോലാഹലം കാരണം അവിടെ നിർത്തലാക്കി എന്ന് പറഞ്ഞാലേ, അതുപോലെ തന്നെ കുറച്ച് ദേശങ്ങൾ ഇപ്പൊ അടുത്ത മാസക്കാലം, അതായത് ഇന്ന് മിഥുനം 1-ാം തീയതി, മിഥുനം തീരുന്നതിന് മുമ്പ് അടുത്ത മാസക്കാലം തൊട്ടാ ചില ദേശങ്ങളിലേക്ക് ആളെ അങ്ങോട്ട് കയറ്റണുള്ളൂ. മനസ്സിലായി? അത് കുറച്ചു കാലം നിർത്തി വെച്ചേക്കാണ്. അപ്പോ ഉണ്ണി സന്താനങ്ങൾ എവിടെന്നെങ്കിലും ഓരോരുത്തരെ ഉണ്ണികളെ ഇന്ന് കൈവായ്പയായിട്ട് വാങ്ങുന്നതും അല്ലാത്ത വാങ്ങുന്ന വെള്ളി അവിടെ കൊടുത്തിട്ട് അവര് ഇപ്പൊ ഒരു ഉണ്ണികളും കയറ്റുന്നില്ല. നിങ്ങളുടെ രേഖകളൊക്കെ അവിടെ ഉണ്ട്, അവിടത്തെ തീരട്ടെ എന്ന് പറഞ്ഞാൽ ഇത് ഈ വാങ്ങിച്ച ഉണ്ണികളോട് പറയാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ നോക്കി പ്രവർത്തിച്ചോ. ഇതേ ഒന്ന് നിൽക്കും മണ്ണ്. മനസ്സിലായ? ഇരിക്കുന്ന മണ്ണിന്റെ ആ കടലാസുണ്ട് പണയം വെച്ച് ആ ഉണ്ണിക്ക് വെള്ളി വാങ്ങിച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് ആ ഉണ്ണി ഭവനം വെച്ചപ്പോ ആ ഭവനം പൂർത്തീകരിക്കാൻ കയ്യിലുള്ളതും ഉള്ളതൊക്കെ പാടോടി ഊരി കൊടുത്തു. അപ്പൊ കടലാസുണ്ട് വന്ന് കിടക്ക ഇത് എടുത്തുണ്ട് പോവാൻ. ഇതൊക്കെ എന്തിനാ പറയണെന്ന് മനസ്സിലാവണ്ട ഉണ്ണിക്ക്. ഓരോരുത്തർക്കും ഓരോ പാഠങ്ങളാണ്. കൂടെ ഒരേ പാത്രത്തിൽ നിന്ന് പോകുന്ന ഉണ്ണി സന്താനങ്ങൾ ചതിക്കുന്ന കാല. അപ്പൊ കൊടുക്കുന്ന വെള്ളി 1-2 വെള്ളിയല്ല. കൊടുക്കുമ്പോ ശ്രദ്ധിച്ചു കൊടുത്തേക്കണം. സമയം നല്ലതാ. അതുകൊണ്ട് കാര്യമുണ്ടാ. ഭാരത മണ്ണിലേക്ക് ഉണ്ണികൾ എപ്പോ വേണേലും കയറി വരാം. ഏത് മാർഗം അവിടേക്ക് പോണെങ്കിലേ അവിടുത്തെ അധികാരിയുടെ കടലാസ് പത്രം വേണം. അവരത് അടച്ചു വെച്ചാലേ ആ വഴി അടച്ചു വെച്ചാൽ പിന്നെ എവിടേക്ക് പോവാ? ഉണ്ണിക്ക് പോവാനായിട്ട് കടലാസ് കൊണ്ട് വന്നു. ഇന്ന് ചെല്ലണം എന്ന് പറഞ്ഞു. അവിടെ ഇന്നലെ അത് അർദ്ധരാത്രി അത് അടച്ചു വെച്ചു. പിന്നെ ഉണ്ണി എവിടേക്ക് പോവാ? ഞങ്ങൾ നിങ്ങൾക്ക് കടലാസ് കൊണ്ട് തന്നില്ലേ? നിങ്ങൾ പറഞ്ഞ കാര്യം ഞാൻ നടത്തി തന്നില്ലേ? നിങ്ങൾ തന്ന വെള്ളിയൊക്കെ അവിടെ കൊടുത്തു എന്ന് പറഞ്ഞാൽ ഈ 14 വെള്ളി അവിടേക്ക് പോകും. ഞാൻ പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായ? അത് കഴിഞ്ഞ് ചാത്തം നടത്തി തന്നില്ല എന്ന് പറഞ്ഞിട്ട് എന്നോട് പരിഭവം പറഞ്ഞു വരും. കൊടുക്കുമ്പോ അതിന്റെ പൂർണ്ണ വിവരം പറഞ്ഞിട്ട് വെള്ളി കൊടുത്താൽ മതി. ഉണ്ണി പറഞ്ഞല്ലോ തയ്യാറായിട്ടിരുന്നോളാൻ. മനസ്സിലായില്ല? തയ്യാറായിട്ടിരുന്നോളാൻ പറഞ്ഞിപ്പോ അവിടെ 2 ദേശങ്ങൾ തമ്മിലേ. മനസ്സിലായ? വെടിപൂരം നടക്കുന്നു. മനസ്സിലായ? ദേശത്തേക്ക് കടന്നു വരണ്ടെന്ന് പറഞ്ഞാൽ നീ വെള്ളി കൊടുക്കും ചെയ്തു. എന്തുണ്ടാവും? ആ ഉണ്ണി പറയണം ആ വെള്ളി ഞാൻ ആ ദേശത്തേക്ക് കൊടുത്തു, നിങ്ങളുടെ കടലാസ് കൊണ്ട് തരപ്പെടുത്താൻ വേണ്ടി ആ ദേശത്തേക്ക് കൊടുത്തു. ഞാൻ എന്താ ചെയ്യാന്ന് ചോദിച്ച് കൈമലർത്തിയാൽ എന്ത് ചെയ്യും? ശ്രദ്ധിച്ചേക്കണം. അപ്പൊ ഇതൊന്ന് ചെയ്ത ഉണ്ണി, ആ ഉണ്ണിയുടെ പേരും ചിത്രമൊക്കെ കൊണ്ടുവരുന്ന നാൾക്കുള്ളിൽ തീർത്തുന്നതിന് എനിക്ക് വരുന്ന സ്ഥാപന ജംഗമ വസ്തുക്കളുടെ നഷ്ടം തരാൻ ആ ഉണ്ണി ബാധ്യസ്ഥനാ. ഒന്ന് കൊടുത്തു തീർപ്പ് ഞാൻ ഉണ്ടാക്കി. ഇനി വരുമ്പോ ആ ഉണ്ണി ഇതുവരെ കുഴപ്പമില്ല. അതമ്മല്ലോണ്ട് പോകണം. വെള്ളി കൊടുത്തിട്ടുണ്ടാവും. വെള്ളി കൊണ്ടൊരു ഒരു കാര്യം വേണ്ട. മനസ്സിലായി? വെള്ളി വേണമെങ്കിൽ ഇങ്ങോട്ട് വാങ്ങിച്ചോ. ഇങ്ങോട്ട് വാങ്ങിച്ചോ. അത് തീർത്തരാം. അത് ആ ഉണ്ണി വെച്ചൊരു പണിയാ. മനസ്സിലായ? അവര് നോക്കിയറിഞ്ഞപ്പോഴേ ഈ വന്ന മരത്തുമ്പോ വേറൊരു വള്ളി ചീറ്റിണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട്. മനസ്സിലായ?
ഇപ്പൊ ആ വള്ളി കെട്ടഴിഞ്ഞു പോകാനല്ലേ ഈ ഉണ്ണി കർമ്മം ചെയ്യണേ. അതുപോലെ തന്നെ ആ ഉണ്ണി ഈ മരത്തമ്മ ഇനിയൊരാളും വന്ന് ചിറ്റാണ്ടിരിക്കാൻ വേണ്ടി ആ ഉണ്ണിയും പ്രവർത്തിച്ചിട്ടുണ്ട്. ഞാൻ രണ്ട് ഭാഗത്തും നിൽക്കണ്ടായി. അർത്ഥം പ്രദീപ് കുടർന്നു അത് പാലക്കാട് നിന്നാണ്. അവരുടെ കുറച്ച് വഴിപാടുകൾ കൂടി ചെയ്തിട്ടുണ്ട്. പക്ഷേ ആരും തിരിച്ച് അവരുടെ കാര്യത്തിൽ വേറൊരു കുട്ടികൾക്ക് അതിന് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ നിന്നും ഒഴിവാക്കിയിട്ട് പ്രദീപിനെ തിരിച്ച് വരണം. ഇക്കാര്യത്തിൽ ചേർന്നും പോലെ മുടക്കം കൂടാണ്ട് കഴിക്കാൻ പറയും. രണ്ടുപേരെ ചിത്രം കൊണ്ടുവരാൻ പറയും. ഞാൻ വഴി ഉണ്ടാക്കി തരാം. അതായത് ശ്രീനിവാസൻ പുണർന്നം, വിഷ്ണു പപ്പറം, 3 കർമ്മം 4 ചെയ്തിട്ടുണ്ട് ഉണ്ണേ. അത് ആ ഉണ്ണി സന്താനത്തിന് വെള്ളി കുറച്ച് കബളിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതെന്റെ ആട്ടക്കാരനോട് നിരന്തരം ശല്യം ചെയ്യുന്നൊരു ഉണ്ണിയാണ്. അടുത്തത് കല്ലമ്പൊടി സായി പ്രശാന്ത് ഉത്തരസാദി സന്താന സൗഭാഗ്യമാണ് അവർക്ക്. അവർ ഈ ദേശത്തുണ്ടാ ഇതറിയില്ല. ഈ ദേശത്തുണ്ടെങ്കിൽ ഒന്ന് വരാൻ പറയും. വഴി ഞാൻ ഉണ്ടാക്കി തരാം. അത് ഭണ്ഡാരം ടാങ്കർ പണി വാടകയ്ക്ക് എടുത്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. എടുത്തോളം പറയും. സമയം നല്ലതാ. അതൊരു സുധീഷ് വർമ്മ രേവതി കാനഡ എന്ന് തോന്നുന്നു. പാർട്ട് ടൈം ജോബ് കിട്ടണം. ഇതിന് ഒരുപാട് വഴിപാടുകളൊക്കെ നടത്തിയിട്ടുണ്ട്. ഏകം 4,000 ഇപ്പൊ ശനി 5 വന്നിരുന്നു 4,000 ഇനി കൊടുത്തേക്കാന്ന് പറയും. കുഴപ്പമില്ല. ഓക്കെ. സുജാത ഭർത്താവിൻ്റെ നാളറിയില്ല. ഭർത്താവിൻ്റെ പെങ്ങൾക്ക് പൈസ കൊടുത്ത് 77,000 കൊടുക്കുക. ലാലമ്മയാണ് കൊടുത്തത്. ലാലമ്മയ്ക്കാണ് കൊടുത്തത്. 25 സെൻറ്റ് ഭൂമി പറിച്ചു എടുക്കാന്ന് പറഞ്ഞു. ഈ ലാലമ്മ ഒപ്പ് വെക്കുന്നില്ല. അത് വഴി ഉണ്ടാക്കാൻ ഒപ്പ് വെച്ചിട്ട് ഇത് ചെയ്യാന്ന് പറഞ്ഞു. അടുത്ത കള്ളമ്പൊടി